താങ്ക് യു സിസ്റ്ററെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പോർഷൻസ് പറഞ്ഞു. നിങ്ങൾക്കെല്ലാം അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് നമ്മുടെ ചിന്തകളിൽ കൊണ്ടുവന്ന് മുൻപോട്ട് പോകാൻ വേണ്ടിയാ. റൈറ്റ്, എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. പ്രൈസ് സിസ്റ്ററെ വന്ദനം ചെയ്യുന്നു. എല്ലാവരോടും നന്ദി പറയും. നമുക്ക് തുടർന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് മുന്നോട്ട് പോകാം. റൈറ്റ്, കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ജോസഫിനെ ഓനെന്ന് പറഞ്ഞ ജയിലിലിട്ട ചരിത്രമാണ്. നമ്മൾ അവിടം വരെയാണ് കേട്ടത്. നമ്മൾ ഇന്ന് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കാണുകയാണ്. റൈറ്റ്, ജോസഫ് അവിടുത്തെ കൾച്ചർ, ലാംഗ്വേജ്, ഡ്രസ്, പ്രോട്ടോകോൾ, ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു. അവരുടെ ഈജിപ്ഷ്യൻസിന്റെ മിഥോളജി എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. റൈറ്റ്, ഈ സ്ലൈഡിലാണ് നമ്മൾ ലാസ്റ്റ് വന്നിരുന്നത്. ജോസഫ് കുറെ വർഷങ്ങൾ, എത്ര വർഷമാണെന്നില്ല, കുറെ വർഷങ്ങൾ ജോസഫ് പൊത്തിഫേറിന്റെ വീട്ടിലായിരുന്നു. പൊത്തിഫേർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല, പൊത്തിഫേർ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ആണെന്നൊക്കെ നമ്മൾ കണ്ടു. റൈറ്റ്, ജോസഫ് ഗവർണറിന്റെ സ്റ്റാഫ് ആയതുകൊണ്ട്, പൊത്തിഫേർ എന്ന് പറഞ്ഞ ഗവർണർ എന്ന് അതിനർത്ഥം, ഗവർണറിന്റെ സ്റ്റാഫ് ആയതുകൊണ്ട് താൻ വന്നു വീണത് പൊളിറ്റിക്കൽ പ്രശ്നമില്ല. കാരണം ഈ ഓഫീഷ്യൽസിനെ ഇടുന്ന ആ ജയിലിലാണ് വന്ന് വീണത്. ആ ജയിലിൽ താൻ കിടക്കുമ്പോഴും ഇവിടെ ബൈബിൾ എഴുതിയേക്കുന്ന വേർഡ്, യഹോവ അവനോട് കൂടെ ഇരുന്നു. അവൻ തെറ്റ് ചെയ്തിട്ടല്ല, അവൻ തെറ്റ് ചെയ്യാതെ അവന്റെ നേരെ അക്യൂസ് ചെയ്തത് കൊണ്ട്, അവന് നേരെ അപവാദം പറഞ്ഞത് കൊണ്ട് അവനെ ജയിലിൽ പോകേണ്ടി വന്നു. അവിടെ കിടക്കുക. അവിടെ ചെന്നപ്പോഴും ഒന്ന് ഓർത്ത്, ജയിലിൽ ചെല്ലുമ്പോഴും ജയിലിന്റെ അധികാരി ജോസഫിനെ ജയിലിലുള്ള മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒന്ന് ഓർത്തെ, അവിടെ കൊണ്ടുപോയി സംസാരിക്കാൻ വേണ്ടി ഒരു അനുവാദം കൊടുത്തു. അവിടെ പറയുന്ന 1-2 വേർഡ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു തരാം. 40-ാം അധ്യായം 39-ാം അധ്യായം 39-ാം അധ്യായത്തിന്റെ 39-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിയൊക്കെയും അവൻ വിചാരകനായിരുന്നു. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണേ, ദൈവം ഒരുവന്റെ കൂടെ ഇരുന്നാൽ അവൻ പ്രതിസന്ധിക്കകത്തവൻ വളരും. ഏത് പ്രതിസന്ധിക്കകത്തവൻ വളരും. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം. അവിടെ താഴോട്ട് വായിക്കുന്ന വാക്യങ്ങളൊന്ന് വായിച്ച് മുന്നോട്ട് പോവാം. യഹോവ അവനോട് കൂടെ ഇരുന്നു, അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. അങ്ങനെ കാരാഗൃഹം എന്നവിടെ പറയുന്നതിന് മറ്റൊരു പേര് കുണ്ടറ എന്നാ പറയുന്നത്. കൊല്ലത്തുള്ള കുണ്ടറയല്ല, കുണ്ടറ എന്ന് പറഞ്ഞാൽ ജയിൽ എന്നുള്ളൊരു അർത്ഥമേ ഉള്ളൂ. കുണ്ടറയിൽ കിടക്കുമ്പോൾ, ഓരോ റൂമുകളിൽ കിടക്കുമ്പം ആ റൂമുകളിൽ കിടക്കുന്ന ആൾക്കാരോട്, മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാൻ, അവരോട് മറ്റൊരു രീതി, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ കൗൺസിൽ ചെയ്യാൻ, അവരോട് വിശേഷങ്ങളെ ചോദിക്കാൻ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കാരാഗൃഹ പ്രമാണി ജോസഫിന് അനുവാദം കൊടുത്തു. അങ്ങനെ ജോസഫ് ചെല്ലുമ്പോൾ 2 പേര് ആ ജയിലിലുണ്ട്. അത് പൊളിറ്റിക്കൽ പ്രിസൺ ആണെന്നുള്ളതിന്റെ അടുത്തൊരു തെളിവും കൂടെ. അത് 2 പേര് കിടപ്പുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? അപ്പക്കാരന്റെ പ്രമാണിയും പാനപാത്രവാഹകനും. അത് ആരുടെ ഒഫീഷ്യൽ പറഞ്ഞാട്ടെ, റഷ്ബേരെ പറഞ്ഞു. ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഈ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞത് പുറത്തുനിന്നുള്ളവര് വന്ന് സംസാരിക്കുമെന്നാണോ, അതോ അല്ലല്ല, ജോസഫിന് മറ്റുള്ള ജയിലിലുള്ള തന്റെ കൂടെ കിടക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ. വെളിനാരും വരുന്നല്ല, വെളിനാരും വരുന്നല്ല. ജോസഫിന് കാരാഗൃഹ പ്രമാണി അങ്ങനെ ഒരു അനുവാദം കൊടുത്തു. കാരണം ദൈവം തന്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സഫലമായി. കാരാഗൃഹ പ്രമാണി ജയിലിലുള്ള സകലത്തെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പം ഒരിക്കൽ ഒരു മുറിയിൽ ചെന്നു, അല്ലെ ഒരു കുണ്ടറയിൽ, അല്ലെ ഒരു തടവറയിൽ ചെന്നപ്പം 2 പേര് വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. 40-ാം അധ്യായം വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത്? 40-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ ഞാൻ വായിച്ചു പോകുന്നില്ല. ഓക്കെ, 2 പേര്, അവർ രാജാവിന്റെ ഒഫീഷ്യൽ ആയിരുന്നു. അവർ രാജാവിനോട് പാപം ചെയ്തതുകൊണ്ട് അവരെ അവിടെ ജയിലിലാക്കി. കാരണം അത് പൊളിറ്റിക്കൽ പ്രശ്നം ആയിരുന്നു എന്നുള്ളതിന് അടുത്ത തെളിവ്. ഇത് അവിടെ ചെല്ലുമ്പം ജോസഫ് ചോദിക്കും, നിങ്ങൾ 2 പേര് എന്തിനാ വിഷാദിച്ചിരിക്കുന്നേ? നിങ്ങൾ 2 പേര് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചു പോയിരുന്നോ? ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ സ്വപ്നം കണ്ടു. എന്തുവായിരുന്നു സ്വപ്നം?
ഒന്നാമത്തെ ആള് പാനപാത്രവാഹകൻ തന്റെ സ്വപ്നം പറഞ്ഞു. ഞാന് രാജാവിന്റെ പാനപാത്രം ഒരു മുന്തിരിവള്ളിയിൽ, അതിന്റെ 10-ാം വാക്യം തൊട്ട് 3 കൊമ്പ്, നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കുക. അപ്പോൾ പാനപാത്രവാഹകരുടെ പ്രമാണി ജോസഫിനെ തന്റെ സ്വപ്നം അറിയിച്ചു, പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്, അത് തളിർത്തു, പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോന്റെ പാനപാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ചു ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു, പാനപാത്രം ഫറവോന്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ ഓർത്തേ, ജോസഫിന് നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഓ, നിങ്ങൾക്ക് മുന്തിരിത്തോട്ടം ഉണ്ടെങ്കിൽ ഒരു 3 മുന്തിരിയുടെ കൊല പുതിയതായിട്ട് വരാൻ വേണ്ടിയാന്ന് പറഞ്ഞേനെ. പക്ഷെ ജോസഫിന് റൈറ്റ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു. 3 കൊമ്പ് 3 ദിവസം. കണ്ടോ? ഈ സ്വപ്നം കാണുന്നതിനകത്ത് തന്നെ ദൈവത്തോട് ഡിസേൺ ചെയ്യാനുള്ള ഗിഫ്റ്റും ചോദിക്കണം. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ ആ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, സ്വപ്നങ്ങൾ എത്ര രീതിയിലാണ് കിട്ടുന്നത്, സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ ഡിസേൺ ചെയ്യണം. കണ്ടോ? ജോസഫ് പറഞ്ഞ മറുപടി കേട്ടോ? ജോസഫ് അവനോട് പറഞ്ഞത് 12-ാം വാക്യം തൊട്ട്, ഞാൻ നിങ്ങളെ ബൈബിളിൽ നിന്ന് തന്നെ കാണിച്ചങ്ങ് പോവാ. കാരണം ഇടയ്ക്ക് 1-2 വാക്യങ്ങൾ വായിക്കും, പക്ഷെ ചിലപ്പോൾ വായിക്കത്തില്ല. നിങ്ങൾക്കും കൂടെ നോക്കിപ്പോ, കാരണം വായിച്ചു പോകാൻ സമയമില്ലാത്തതുകൊണ്ട്. 3 കൊമ്പ് 3 ദിവസം. 12-ാമത്തെ വാക്യം, ജോസഫ് അവനോട് പറഞ്ഞത്, ഇതിന്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പ് 3 ദിവസം. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്നെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. നിങ്ങൾ കേട്ടോ? 3 ദിവസം 3 കൊമ്പ്. ഓക്കെ, ഇത് കേട്ട ഉടനെ ജോസഫ് പിന്നീട് തന്നെ പാനപാത്രവാഹകനോട് പറയുക. അവിടെ ഒരു ഡിസേൺ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അടുത്ത ഒരാൾ വരുന്നുണ്ട്. ആരാ? അപ്പക്കാരന്റെ പ്രമാണി. ഒന്ന് പാനപാത്രവാഹകൻ, അപ്പക്കാരന്റെ പ്രമാണി. അപ്പക്കാരന്റെ പ്രമാണി ഇതൊക്കെ നല്ലതെന്ന് കണ്ടപ്പോൾ പുള്ളിയുടെ സ്വപ്നം പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരനോട് ജോസഫ് പറഞ്ഞില്ല, നീ സ്ഥാനത്തിരിക്കുമ്പോ എന്നെ ഓർക്കണേന്ന് പറഞ്ഞില്ല. കാരണം ജോസഫിനറിയാം ഈ പുള്ളിയെ തട്ടിക്കളയുമെന്ന്. പക്ഷെ ജോസഫ് പാനപാത്രവാഹകനോട് പറഞ്ഞു. ജോസഫിന്റെ സ്പിരിറ്റിൽ ജോസഫ് ഡിസേൺ ചെയ്തു, ഇവനെ റിസ്റ്റോർ ചെയ്യുമ്പോ ഇവനോട് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമെന്ന് ജോസഫിന്റെ ഉള്ളിൽ ചിന്ത വന്നു. അവിടെ കണ്ടോ? നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. കണ്ടോ? ജോസഫിന്റെ സ്പിരിറ്റിൽ അറിയാം, അല്ലെങ്കിൽ ജോസഫിന് ദൈവം കൊടുത്ത ഗിഫ്റ്റിനകത്ത് ജോസഫിന് മനസ്സിലായി ഇദ്ദേഹത്തെ റിസ്റ്റോർ ചെയ്യും. ഇതേ കാര്യം ജോസഫ് അപ്പക്കാരന്റെ പ്രമാണിയോട് പറഞ്ഞില്ല. എവറി ടൈം ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാ സമയത്തും ഓർത്തോണം, ഡിസേൺ ചെയ്തിട്ടേ നമ്മൾ സംസാരിക്കാവൂ. ദൈവസന്നിധിയിൽ നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നിടത്തേ പറയാവൂ. നമ്മൾ ആദ്യത്തെ ദിവസങ്ങൾ അത് കണ്ടു. ഡിസേൺ ചെയ്തിട്ടേ പറയാവൂ. ഓക്കെ, പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ പോകുമ്പം എന്നെ കൂടെ ഓർക്കണേ, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ എബ്രായനാ, എന്നെ പിടിച്ചോണ്ട് തന്റെ വസ്തുത എല്ലാം പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബൈബിൾ പറയുന്ന താഴോട്ട് വായിക്കുമ്പോൾ കാണാം, ഈ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. ഇനി സെക്കൻഡ് കാര്യം, ഇത് കേട്ടോണ്ടേ അപ്പക്കാരന്റെ പ്രമാണി ഓർത്തു, കൊള്ളാമല്ലോ, നല്ല കാര്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞതേ എന്റെ തലയിലും, 16-ാമത്തെ വാക്യം, അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് ജോസഫിനോട്, ഞാനും സ്വപ്നത്തിൽ എന്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കൊട്ട കണ്ടു. മേലത്തെ കൊട്ടയിൽ ഫറവോന്റെ വക അപ്പത്തരങ്ങൾ ഉണ്ടായിരുന്നു. ഞാനത് ഓടിച്ചങ്ങ് പറയുക. 3 കൊട്ട 3 ദിവസം. 3 ദിവസത്തിനകം നിന്റെ തല വെട്ടി നിന്നെ മരത്തിൽ തൂക്കും, പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയുമെന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടോ? 3 കൊട്ട. നമ്മളായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ടൈം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിർത്തി ചോദിക്കുന്നുമില്ല. നമ്മളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഈ ഇടയ്ക്ക് കൊട്ടയ്ക്ക് നേരെ, അപ്പത്തിന് നേരെ അറ്റാക്ക് ഏതാണ്ട് വരാൻ വേണ്ടിയാ. കാരണം നമുക്ക് ഡിസേൺ ചെയ്യുന്നത് പ്രോപ്പറിലല്ല. നമ്മൾ വേറെ മെസ്സേജ് കൊടുത്തേനെ, വേറെ മെസ്സേജ്. നിങ്ങൾ എപ്പോഴും ഈ വേർഡ് ചിന്തിക്കണം. ഞാൻ കാണുന്നത് തന്നെയാണോ ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതും ഒരു ഗിഫ്റ്റാ. പലപ്പോഴും നമ്മുടെ നേച്ചറിൽ നിന്നുകൊണ്ട്, നമ്മുടെ ആ ഒരു കൾച്ചറിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. ദൈവം നമുക്ക് തരുന്നത് എന്തുവാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം, അത് ഡിസേൺ ചെയ്തിട്ട് വേണം പറയാൻ. റൈറ്റ്? ഇതെല്ലാം 3 ദിവസം കഴിഞ്ഞപ്പം രാജാവിന്റെ ഒരു തിരുനാൾ വന്നപ്പം
രാജാവ് ഇവരെ രണ്ടുപേരെ ഓർത്തു. ജോസഫ് പറഞ്ഞതുപോലെ തന്നെ പാനപാത്രവാഹകനെ റിസ്റ്റോർ ചെയ്തു, അപ്പക്കാരന്റെ പ്രമാണിയെ കൊന്നുകളഞ്ഞു. 3 ദിവസം എന്ന് ജോസഫ് പറഞ്ഞു. നിങ്ങളെ വേർഡ് കണ്ടോ? 20-ാമത്തെ വാക്യം നോക്കിയേ. 3-ാം നാളിൽ ഫറവോന്റെ തിരുനാളിൽ അവൻ സകല ദാസന്മാർക്ക് ഒരു വിരുന്ന് കഴിച്ചു. കണ്ടോ? തന്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹരുടെയും പ്രമാണിയെ, അപ്പക്കാരന്റെ പ്രമാണിയെ ഓർത്തു. 3 ദിവസം. എത്ര ഷാർപ്പ് ഡിസേൺമെന്റ് അല്ലേ? ഷാർപ്പ് ഡിസേൺമെന്റാ. റൈറ്റ്. ഇനിയും 23-ാമത്തെ വാക്യം, എങ്കിലും പാനപാത്രയുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. ഞാൻ അവിടെ നിർത്തി. ഒരു സ്പിരിച്വൽ കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് വേഗത്തിൽ മുന്നോട്ട് പോകുക. റൈറ്റ്. ഒന്ന് ഓർത്തേ, ജോസഫ് ജയിലിൽ വരുമ്പം സ്വപ്നം കണ്ടവനായിട്ടാ വന്നത്. ജയിലിൽ വരുമ്പോ സ്വപ്നം കണ്ടവനായിട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു. അതിന്റെ പിമ്പിൽ നടന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ജയിലിൽ വരുമ്പോഴും സ്വപ്നം കണ്ടതിന്റെ പേരിലാണ് താൻ ജയിലിൽ വരുന്നത്. പക്ഷെ ഈ ജയിലിൽ വന്നപ്പോഴും ജയില് തന്നെ വളർത്തിയോ ജയില് തന്നെ തളർത്തിയോ? ജയിലിൽ കിടന്നാണ് താൻ സ്വപ്നങ്ങളുടെ വ്യാഖ്യാന വരം പ്രാപിക്കുന്നത്. വേറെ എങ്ങും സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചതായിട്ട് ബൈബിളിലില്ല. ജയിലിൽ കിടന്നാണ് താൻ സ്വപ്നം വ്യാഖ്യാനിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവം ഒരുവന്റെ കൂടെ ഇരുന്നാൽ അവൻ ജയിലിലും വളരും. കണ്ടോ? പ്രതിസന്ധിക്കകത്തും അവൻ വളരും. ജയിലിനകത്ത് കിടന്ന് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനവരം താൻ പ്രാപിച്ചു. എത്ര ഷാർപ്പായിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. ബൈബിളിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല താൻ വ്യാഖ്യാനിച്ചെന്ന്. കാരണം ഇത്രയും വർഷങ്ങൾ എവിടെയായിരുന്നു താൻ ഉണ്ടായിരുന്നത്? പൊത്തിഫറിന്റെ വീട്ടിലായിരുന്നു. പ്രതിസന്ധിക്കകത്തും ഒരുവന്റെ കൂടെ ഇന്നും ദൈവം ഇരുന്നാൽ അവൻ വളർന്നിരിക്കും. നിങ്ങൾ അതുകൊണ്ട് എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വളരാവൂ എന്നുള്ള ചിന്ത നിങ്ങൾ വിട്. അങ്ങനല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിക്കകത്തും ദൈവം വളർത്തിയിരിക്കും. മുന്നോട്ട് വരിക. റൈറ്റ്. ഇങ്ങനെ പിന്നെയും 2 സംവത്സരം കഴിഞ്ഞു. ഞാൻ എൻ്റെ PPT നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യട്ടെ. 2 സംവത്സരം കഴിഞ്ഞു. ഈ സ്ലൈഡ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നു. റൈറ്റ്. 2 സംവത്സരം കഴിഞ്ഞു. 2 സംവത്സരം കഴിഞ്ഞപ്പം ഫറവോൻ ഒരു 2 സ്വപ്നം കാണുക. ഫറവോൻ കാണുന്ന 2 സ്വപ്നം. ഫറവോൻ സ്വപ്നം കണ്ടു. ഇത് എത്ര സംവത്സരം കഴിഞ്ഞു? ഈ ജോസഫ് പറഞ്ഞ ഈ കാര്യം കഴിഞ്ഞിട്ട് 2 സംവത്സരം കഴിഞ്ഞു. 41-ാം അധ്യായത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് നടക്കുമ്പം അവിടെ ഒരു ഫീസ്റ്റിന്റെ സമയത്താണ് ഈ ഫറവോൻ 2 സ്വപ്നം കാണുന്നത്. എന്തുവാണ് ഫറവോൻ കണ്ട 2 സ്വപ്നം? ഞാൻ വേഗത്തിൽ അത് ഓടിച്ചു പറയട്ടെ. നമ്മൾ വായിക്കണ്ട, നമുക്കതിന് നിങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോയാൽ മതി. 1-ാമത്തെ സ്വപ്നം, മെലിഞ്ഞതും വിരൂപമായ തടിച്ചു കൊഴുത്ത പശുക്കൾ നദിയിൽ നിന്ന് കയറി വരുന്നു. അത് കരയ്ക്ക് മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് മെലിഞ്ഞതും വിരൂപമായ 7 പശുക്കൾ പിന്നെ അവിടുന്ന് നദിയിൽ നിന്നോട് കയറി വന്നു. ഈ തടിച്ചു കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. ഇതിന്റെ വയറ്റിൽ ചെന്നിട്ടും ഒന്നും അറിയാനില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ വായിപ്പിക്കാതെ മുന്നോട്ട് പോവുക. 41-ാം അധ്യായത്തിന്റെ ആദ്യം മുതൽ കിടപ്പുണ്ട്. വായിക്കണോ? ഓക്കെ, വായിക്കണമെങ്കിൽ വായിക്കാം. കാരണം ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ. മെലിഞ്ഞ പശുക്കൾ കയറി വന്ന് തടിച്ചു കൊഴുത്ത, നദിയിൽ നിന്ന് കയറി വന്ന തടിച്ചു കൊഴുത്ത പശുവിനെ വിഴുങ്ങിക്കളഞ്ഞു. 1-ാമത്തെ സ്വപ്നം കണ്ടു. പുള്ളി പിന്നെയും കിടന്നുറങ്ങി. അടുത്ത 2-ാമത്തെ സ്വപ്നം, ഫറവോൻ 2-ാമത്തെ സ്വപ്നം കാണുക. ഒന്നോർത്ത് അടുത്ത 2-ാമത്തെ സ്വപ്നം, അവയുടെ പിന്നാലെ നേർത്തതും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞുമിരിക്കുന്നത്. ഓക്കെ, 5-ാം വാക്യം തൊട്ട്. അവൻ പിന്നെയും ഉറങ്ങി. 2-ാമതും ഒരു സ്വപ്നം കണ്ടു. പുഷ്ടിയുള്ളതും നല്ലതുമായ 7 കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു. അവയുടെ പിന്നാലെ നേർത്തതും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞതുമായ 7 കതിർ പൊങ്ങി വന്നു. നേർത്ത കതിർ 7 കതിർ പുഷ്ടിയുള്ള മണിക്കരത്തുള്ള 7 കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോൻ ഉണർന്നു, അതൊരു സ്വപ്നമെന്നറിഞ്ഞു. ഫറവോൻ പെട്ടെന്ന് ഈ സ്വപ്നം കണ്ട് പുള്ളി വ്യാകുലപ്പെട്ടു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. സ്വപ്നങ്ങൾ കണ്ടാൽ ഇമോഷൻസ് മൂവ് ചെയ്യും. ഇമോഷൻസിന് ചേഞ്ചസ് വരാം. അതിനെക്കുറിച്ച് നമ്മൾ വ്യത്യസ്ത രീതികളിൽ നമ്മൾ കണ്ടു. ഫറവോൻ ഒരു ഓർഡർ ഇട്ടു. ഫറവോൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഈസ് എ ലിവിങ് ഗോഡ്. അവരുടെ മിഥോളജി ലിവിങ് ഗോഡ് എന്നാ. അദ്ദേഹത്തിന് അടുക്ക ചെല്ലാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് കണ്ണി നോക്കാൻ പറ്റത്തില്ല. ഒന്നോർത്തെ, പെട്ടെന്ന് താനൊരു ഓർഡർ ഇട്ടു. ഓർഡർ ഇട്ട് എന്താണെന്നറിയാമോ? ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരാ ഉള്ളത്?
ഇപ്പം വ്യാഖ്യാനിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ലൈഫ് ഡേഞ്ചറാ. പക്ഷെ ആർക്കും സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഈ സംഭവം ഇങ്ങനെ നടക്കുക. ഇനി ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഫീസ്റ്റിനെ കുറിച്ച് ഞാനൊന്ന് പറയാൻ പോവാം. ആ ഫീസ്റ്റിനെ കുറിച്ച് ഫറവോൻ ഈ സ്വപ്നം കാണുമ്പോൾ ഒരു ഫീസ്റ്റിന്റെ സമയത്താണ് ഈ ഫറവോൻ ഈ സ്വപ്നം കാണുന്നത്. എന്തുവാണ് അവിടുത്തെ ഫീസ്റ്റ്? പൊതുവെ ഈജിപ്ഷ്യൻസ് അന്നത്തെ കാലത്ത് നരബലി നടത്താറില്ലായിരുന്നു, എക്സെപ്റ്റ് വൺസ് ഇൻ എ ഇയർ, വൺ ടൈം ഇൻ എ ഇയർ. വർഷത്തിൽ ഒരു പ്രാവശ്യം അവർ നരബലി നടത്തും, പൊതുവെ അവർ നടത്താറില്ലായിരുന്നു. അങ്ങനെ നരബലിക്ക് അവരെന്തുവാ ചെയ്യുന്നേ? നരബലിക്ക് രാജാവിന്റെ പ്രിസണിൽ കിടക്കുന്ന ഒരാളെ എടുക്കും. രാജാവിന്റെ പ്രിസൺ എവിടെയാ? ഓൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാജാവിന്റെ പ്രിസൺ. അവിടെ കിടക്കുന്ന ഒരാളെ എടുക്കും. അദ്ദേഹത്തെ എടുക്കുന്നതും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. ഈ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ എന്തു ചെയ്യും? അവരുടെ ഐതിഹ്യമാണ്. അവരുടെ ഐതിഹ്യത്തിൽ എന്തുവാ സംഭവിക്കുന്നതെന്ന് പറയുക. ഈ കൊണ്ടുവരുന്ന വ്യക്തിയെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും. എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. അവന്റെ കൊണ്ടുവന്നിട്ട് 600 മൈൽ ദൂരം കൊണ്ടുവന്നിട്ട് അവന്റെ കഴുത്തിൽ ഒരു കല്ല് കെട്ടും. എന്തിനു വേണ്ടിയാ? അവരുടെ അണ്ടർ വേൾഡ് ഗോഡായ സെത്തിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ. ആ ദൈവത്തിന്റെ പേര് സെത്ത് എന്നായിരുന്നു. സെത്ത് ആളിനെ എടുക്കുന്നത് പൊളിറ്റിക്കൽ പ്രിസണിൽ നിന്നാണ്. എന്നിട്ട് അവനെ കൊണ്ടുവന്നിട്ട് അവന്റെ കഴുത്തിൽ ഒരു കല്ല് കെട്ടിയിട്ട് നൈൽ നദിയിലേക്ക് ഇടും. നൈൽ നദിയിലേക്ക് ഇടുമ്പം ഈ പുള്ളി കല്ലിന്റെ ഭാരം കൊണ്ട് നൈലിന്റെ വെള്ളത്തിലേക്ക് താഴേട്ട് പോകുമ്പം ഇവന്റെ വായിൽ നിന്ന് ആഴത്തിലേക്ക് പോകുമ്പോൾ കുമള വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവരെല്ലാം വിശ്വസിക്കും ഞങ്ങളുടെ ദേവൻ സെത്ത് എന്ന് പറഞ്ഞ ദേവൻ പ്രസാദിച്ചതിന്റെ അടയാളമാണ് ആ കുമള വരുന്നതെന്ന്. പിന്നെ അല്ലാതെ അവന്റെ വായിൽ നിന്ന് പുക വരത്തില്ലല്ലോ. ഇവർക്കാർക്കും അത്ര ഇതില്ലായിരുന്നു, റൈറ്റ്? സോ അവർ വിശ്വസിച്ചിരുന്ന അങ്ങനെയായിരുന്നു. ഒരു സ്റ്റോൺ കഴുത്തിന് കെട്ടി നൈലിന്റെ ആഴത്തിലേക്ക് ഇടും. അവന്റെ വായിൽ നിന്ന് കൊമള വരുന്ന കാണുമ്പോൾ അവർ മനസ്സിലാകും ഞങ്ങളുടെ ദേവൻ സെത്ത് പ്രസാദിച്ചു. അവർ വൺസ് ഇൻ എ ഇയർ ആണ് ഇത് നടത്തുന്നത്. ഈ ഒരു സമയം കൂടെ വരുക, ഈ ഒരു സമയം കൂടി വരിക. രാജാവ് പെട്ടെന്നൊരു ഈ സ്വപ്നങ്ങളും കൂടെ കണ്ടപ്പം എന്തു പറ്റിയെന്നറിയാമോ? രാജാവിന് മനസ്സിലായി ഇത് വ്യാഖ്യാനിക്കാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ പാനപാത്ര വാഹകൻ പോയി രാജാവിനോട് പറയുന്നത്, രാജാവേ, ഞാൻ എൻ്റെ തെറ്റോർക്കുന്നു. ഞങ്ങൾ 2 വർഷം മുമ്പ് ജയിലിൽ കിടന്നപ്പം അവിടെ ഒരുത്തനുണ്ടായിരുന്നു. ആ വ്യക്തി ഞങ്ങളോട് സ്വപ്നം പറഞ്ഞു, വ്യാഖ്യാനിച്ചു തന്നു. അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നിങ്ങൾ ഓർത്തെ, ചിലരുണ്ടല്ലോ നമ്മളെ മറന്നു പോകുന്നത് നല്ലതിനാ. കാരണം തക്ക സമയമാകുമ്പോൾ ദൈവം ഓർമ്മപ്പെടുത്തും. നിങ്ങൾക്ക് മോർദേക്കായുടെ ചരിത്രം പഠിക്കുമ്പോഴും അത് കാണാൻ വേണ്ടി പറ്റും. മോർദേക്കായുടെ ചരിത്രം, മോർദേക്കായെ മറന്നുപോയി, പക്ഷെ തക്ക സമയമായപ്പം ദൈവം എഴുന്നേൽപ്പിച്ചു, ദൈവം കൊണ്ടുവന്നു. ഞാൻ അവിടുന്ന് വിഷയങ്ങളിലോട്ട് പോകുന്നില്ല. പാനപാത്ര വാഹകൻ പോയി പറഞ്ഞു. രാജാവ് ഒരൊറ്റ ഓർഡർ ഇട്ടു. എന്ത് ഓർഡർ ഇട്ടെന്നറിയാമോ? പോയി ജോസഫിനെ കൊണ്ടുപോവാ, പോയി ജോസഫിനെ കൊണ്ടുപോവാ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 14 വാക്യം ഒന്ന് വായിച്ചേ. എന്നിട്ട് വായിച്ചിട്ട് അതിന്റെ ചരിത്രങ്ങൾ കൂടെ ഞാൻ പറയാം. ഉടനെ ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. 1-2 വേർഡുകൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാണിച്ചു തരിക, റൈറ്റ്? എന്തുവെന്നറിയാമോ? ഈ ജോസഫ്, നീ കേട്ടാട്ടെ, ആ ചരിത്രങ്ങളും കൂടെ കേട്ടാട്ടെ. ഒരു ബ്യൂട്ടിഫുൾ വിഷയം. രാജാവ് പറഞ്ഞു പോയി അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഇത് ആ ഫീസ്റ്റിന്റെ സീസൺ ആയിരുന്നു. എന്തോ ഫീസ്റ്റിന്റെ സീസൺ ആയിരുന്നു? നരബലി നടത്തുന്ന സീസൺ ആയതുകൊണ്ട് ആ വ്യക്തിയെ എടുക്കുന്നത് എവിടുന്നുമായിരുന്നു? ഈ പൊളിറ്റിക്കൽ പ്രിസണിൽ നിന്നായിരുന്നു. അപ്പൊ ഈ പൊളിറ്റിക്കൽ പ്രിസണിൽ നിന്നുള്ള വ്യക്തിയെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രിപ്പയർ ചെയ്ത് വിടുന്ന ഒരു മെത്തേഡുണ്ട്. എങ്ങനെ പ്രിപ്പയർ ചെയ്ത് വിടുന്നതെന്നുള്ള ചരിത്രം ഞാൻ പറയാം. ആ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് അവന്റെ മൊത്തം ബോഡി ഷേവ് ചെയ്യും. അവിടെ പറഞ്ഞേക്കുന്ന വേർഡ് കണ്ടോ? അവനെ ക്ഷൗരം ചെയ്യിപ്പിച്ചു. അവന്റെ ബോഡി ഫുൾ ഷേവ് ചെയ്യിപ്പിക്കും. 2, അവനെ ഒരു സ്പൈസ് വാട്ടറിൽ കുളിപ്പിക്കും. ഒരു സുഗന്ധ ദ്രവ്യങ്ങൾ ഇട്ട സ്പൈസസ് ഉള്ള വാട്ടറിൽ അവനെ കുളിപ്പിക്കും. 3, അവനെ പ്രത്യേക വസ്ത്രം ധരിപ്പിക്കും. അവൻ നരബലിയാകാൻ പോവാ. അങ്ങനെ ഇത്രയും വർഷങ്ങളിൽ ചെയ്ത് അയച്ചുകൊണ്ടിരുന്നത് ജോസഫ് ആയിരുന്നു. അവിടുന്ന് ആൾക്കാരെ എടുക്കുമ്പോ റോൺ ചാൾസ് പറയുന്നത് ഇപ്രകാരമാ:
ഇത്രയും വർഷങ്ങളിൽ നരബലിക്കുള്ള ആൾക്കാരെ ജോസഫ് വന്നതിന് ശേഷം എടുത്തുകൊണ്ടിരുന്നതും അവരെ പ്രിപ്പയർ ചെയ്യുന്നതും ജോസഫിന്റെ ജോലിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇന്ന് ജോസഫിനെ പ്രിപ്പയർ ചെയ്തു. അപ്പൊ ജോസഫിന് എന്ത് മനസ്സിലായി കാണും? ഈ വർഷത്തെ നരബലി ഞാനാണെന്ന്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ വേർഡിനെ കുറിച്ച് റോൺ ചാൾസ് എന്ന് പറഞ്ഞ ഡോക്ടർ റോൺ ചാൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇപ്രകാരമാണ്. ഈ വാക്യത്തിന്റെ പിമ്പിലുള്ള ചരിത്രം അതാ. ഒരാളുടെ ബോഡി മുഴുവനും അവിടുന്ന് ക്ഷൗരം ചെയ്യിപ്പിച്ച് അവനെ സ്പൈസസ് ഉള്ള വാട്ടറിൽ കുളിപ്പിച്ച് പ്രത്യേക വസ്ത്രം ഇടിച്ച് കൊണ്ടുപോവാണെങ്കിൽ ഓർത്തുകൊള്ളുക, പ്രത്യേകിച്ച് ഈ ഒരു ഫീസ്റ്റിന്റെ സമയത്ത് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും അറിയാം ഇവനാ ഈ പ്രാവശ്യത്തെ നരബലി എന്ന്. നിങ്ങൾ അടുത്ത വേർഡ് കേൾക്ക്. ജോസഫിനെ പ്രിപ്പയർ ചെയ്തു, വസ്ത്രം ഇടിച്ചു, എല്ലാം ചെയ്തു. ജോസഫിന് അറിയാം, വ്യക്തമായിട്ട് അറിയാം, ഞാനാ ഈ പ്രാവശ്യത്തെ നരബലി. 600 മൈലുകൾ ദൂരം താൻ നടന്നു പോവാം. 600 മൈൽ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം ഉണ്ടെന്നറിയാമോ? നടന്നു പോവാ. പക്ഷെ ജോസഫിനെ കുറിച്ച് പറയുന്നു, ഒറ്റ അക്ഷരം എന്നിട്ടും അവൻ ദൈവത്തിന് നേരെ പെറുപിറുത്തില്ല. ഒറ്റ അക്ഷരം. ഒരു ഭയങ്കര ചലഞ്ചിങ് വേർഡാ. ഒറ്റ അക്ഷരം. ദൈവമേ, അങ്ങ് സ്വപ്നം തന്നു, ഞാൻ ഈ പ്രതിസന്ധി വന്നു, എന്റെ പിതാവിന്റെ ദൈവം എവിടെയാ? ഞാൻ കുരുതിയാകാൻ പോവാ, എല്ലാം പറഞ്ഞ് ജീവിതത്തിന്റെ പ്രഷർ വന്നപ്പോഴും ഒറ്റ അക്ഷരം താൻ പുറത്തു വന്നിട്ടില്ല. നിങ്ങൾ ഈ ഒരു വേർഡ് എന്ന് എഴുതി വെക്കുക. ഈ കരിമ്പിനെ അതിന്റെ ജ്യൂസ് എടുത്തിട്ട്, കളഞ്ഞ കരിമ്പിന്റെ ചണ്ടി എടുത്തിട്ട് ഇടിച്ചു ചതച്ചാലും അതിൽ നിന്ന് മധുരമേ വരത്തുള്ളൂ, അല്ലേ? എത്ര ജോസഫിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു. പുറമെയാ നമ്മൾ പലരും എല്ലാവരും കാണുന്നത്, പക്ഷെ ഇൻസൈഡ് തന്റെ ദൈവത്തിന്റെ കരങ്ങളുടെ പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. ജോസഫ് വരിക. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, ഞാൻ ആ പറയുന്ന വേർഡ്. ജോസഫ് 600 മൈൽ ദൂരം നടന്നു വരുമ്പോഴും നിങ്ങൾക്കറിയാമോ, ഒരൊറ്റ അക്ഷരം ജോസഫ് പറഞ്ഞില്ല. ഒറ്റ അക്ഷരം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ജോസഫിനെ മുന്നേ കൊണ്ട് നിർത്തി. ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്ന, യൗവനക്കാരോട് പഠിപ്പിക്കുന്ന ആ രീതിയിൽ 1-2 രീതിയിൽ അങ്ങ് പറഞ്ഞോട്ടെ. ഒരു പക്ഷെ തമാശയായിട്ട് തോന്നിയാൽ, ഇന്നത്തെ രീതിയിൽ തമാശയായിട്ട് തോന്നിയാലും, നമ്മുടെ പിള്ളേരാണ് അങ്ങോട്ട് ചെന്നുടനെ രാജാവിനെ കണ്ടുടനെ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞാൽ, അളിയ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതോടുകൂടി അവന്റെ കാര്യം അല്ലേ? ഞാൻ പിള്ളേരുടെ രീതി പറഞ്ഞ എന്തിനാ പറഞ്ഞെന്ന് പറയാം. അങ്ങോട്ട് ചെന്ന് അയ്യോ രാജാവിനെ കണ്ട് പുള്ളിക്ക് വെപ്രാളോ. പക്ഷേ നിങ്ങൾ ഇനി വേർഡ് ശ്രദ്ധിച്ചാട്ടെ. കഴിഞ്ഞ 13 വർഷം 13 വർഷം ടോട്ടലി ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ പഠിച്ചിട്ട് ഒരു 8-9 വർഷം താൻ പൊത്തിഫറിന്റെ വീട്ടിലായിരുന്നു അപ്രോക്സിമേറ്റ്ലി. ഈ 8 വർഷത്തോളം എന്തിനാ ദൈവം നിന്നെ പൊത്തിഫറിന്റെ വീട്ടിൽ നിർത്തി പഠിപ്പിച്ചെന്നറിയാമോ? രാജാവിന്റെ മുമ്പിൽ വരുമ്പം എങ്ങനെ ബഹുമാനിക്കണോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കഴിഞ്ഞ 8 വർഷം ഏത് ഗവർണറിന്റെ വീട്ടിൽ നിർത്തിയാ പഠിപ്പിച്ച്? അവരുടെ കൾച്ചർ, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഫീസ്റ്റ്, അവരുടെ സകല കാര്യങ്ങളും ജോസഫ് പഠിച്ചു. രാജാവിന്റെ കണ്ണി നോക്കി സംസാരിക്കരുത്, രാജാവിന്റെ 10 അടി അകലത്തിലെ നിൽക്കാവൂ എന്ന് തൊട്ടു തുടങ്ങിയുള്ള കാര്യങ്ങൾ ജോസഫ് പഠിച്ചതുകൊണ്ട് ജോസഫ് കൊട്ടാരത്തിൽ വന്നപ്പോഴും വെൽ ബിഹേവ് ചെയ്തു. ഇനി നിങ്ങൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേട്ടോണേ. ഒരു ഭയങ്കര IAS ഓഫീസേഴ്സിന്, IFS ഓഫീസേഴ്സിന്റെ ടോപ്പ് ലെവലിലുള്ള അവരുടെ ചീഫ് സെക്രട്ടറി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ മേലുള്ളതിനെക്കാട്ടിലും ഭയങ്കര വിസ്ഡം ദൈവം ജോസഫിന്റെ ബുദ്ധി കൊടുത്തിരുന്നു. ജോസഫ് ഏത് സ്കൂളിലാ പഠിച്ചേ? പക്ഷെ ദൈവം അവനോട് കൂടെ ഇരുന്നു. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാ. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ കാണിച്ചു തരാൻ വേണ്ടി പോവാ. റൈറ്റ്? ജോസഫിനോട് ഈ സ്വപ്നം അങ്ങോട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾ ആ വേർഡുകൾ കാണാം. 41-ാം അധ്യായത്തിൽ ഫറവോൻ ജോസഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല, എന്നാൽ നീ സ്വപ്നവും വ്യാഖ്യാനിക്കുന്നു എന്ന് കേട്ടിരിക്കുന്നു. അങ്ങോട്ട് പറഞ്ഞു രാജാവിനോട്, രാജാവ് ഞാനല്ല, ദൈവം തന്നെ വ്യാഖ്യാനിക്കട്ടെ, അത് പറഞ്ഞു തരട്ടെ. സ്വപ്നം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. 2 സ്വപ്നം. ഒന്ന്, നദിയിൽ നിന്ന് കയറി വരുന്ന പശുക്കളുടെ സ്വപ്നം. തടിച്ചത്, ഭയങ്കര ഫലപുഷ്ടിയുള്ള, ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള 7 പശുക്കൾ. പക്ഷെ മെലിഞ്ഞതും വിരൂപമായ പശുക്കൾ വന്ന്
ഈ തടിച്ചു കൊടുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. നമ്മളായിരുന്നെ പറഞ്ഞതിന് രാജാവിന്റെ ഫാമിനകത്ത് ഈയിടെയായിട്ട് ഏതാണ്ട് അറ്റാക്ക് നടക്കാനുള്ളതാണ്, പശുക്കളുടെ ഫാമിനകത്ത് അല്ലേ. പക്ഷെ ജോസഫ് പറഞ്ഞു കേൾക്കണോ? ജോസഫ് പറഞ്ഞു, രാജാവേ, രണ്ടാമത്തെ സ്വപ്നവും പറഞ്ഞു. രണ്ടാമത്തെ സ്വപ്നവും പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനിയും ശ്രദ്ധിച്ച, നിങ്ങളത് ഒന്ന് വായിച്ചാൽ മതി. വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. വായിക്കുമ്പം 25-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ജോസഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. റൈറ്റ്. അവിടെ രാജാവെ, ഒരേ സ്വപ്നം 2 പ്രാവശ്യം അങ്ങ് കണ്ടതുകൊണ്ട് അത് വേഗത്തിൽ സംഭവിപ്പാനുള്ളതാ. വേഗത്തിൽ സംഭവിപ്പാനുള്ളതാ. അത് ദൈവവും ഭാഗം നിശ്ചയിക്കപ്പെട്ടതാ. നിങ്ങൾ കണ്ടോ, ഒരേ രാത്രിയിൽ 2 സ്വപ്നങ്ങൾ കണ്ടത് അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാ. അത് ദൈവസന്നിധിയിൽ നിശ്ചയിക്കപ്പെട്ടതാ. ഈ സ്വപ്നങ്ങളുടെ 2ന്റെ അർത്ഥം ഒന്നാ. ഈ പുള്ളിയുടെ ഡിസേൺമെന്റ് കണ്ടോ, 2 സ്വപ്നം ഒന്നാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക 7. നമുക്ക് തന്നെ വായിക്കാം കേട്ടോ, ഞാനിത് പറയുമ്പോൾ ദൈവമക്കൾ നോക്കുക. 26-ാമത്തെ വാക്യം, 7 നല്ല പശു 7 സംവത്സരം, 7 കതിരും 7 സംവത്സരം. സ്വപ്നം ഒന്ന് തന്നെ. അവയുടെ പിന്നാലെ കയറി വന്ന മെലിഞ്ഞവും വിരൂപമായ 7 പശുവും കിഴക്കൻ കാറ്റിലെ കരിഞ്ഞ പതിരായുള്ള 7 പതിരും 7 സംവത്സരം. അവ ക്ഷാമമുള്ള 7 സംവത്സരമാകുന്നു. നിങ്ങളൊന്ന് ഓർത്ത്, വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഹി കൺവേ ദ മെസ്സേജ്. നമ്മളായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് കൺഫ്യൂഷൻ ആക്കി. രാജാവിന് ഇത്രയും നേരം 1 മണിക്കൂർ നീ പ്രസംഗിച്ച്, എന്തുവാ നീ പറഞ്ഞെന്നുള്ള ഒന്നും മനസ്സിലായില്ല എന്ന് തോർത്തേന്. 2 വേർഡിലെ പറഞ്ഞുള്ളൂ. എത്ര ഷാർപ്പ് മൈൻഡ് ആയിരുന്നു. ഇറ്റ്സ് വെരി ഫോക്കസ്ഡ്, വെരി ഫോക്കസ്. ഇതിനകത്തൂടൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ദൈവവചനം വിസ്ഡം നിറഞ്ഞതാ. ദൈവവചനം ഭയങ്കര വിസ്ഡം തരുന്നതാ. പറയുക, രാജാവേ, ഭയങ്കര സുഭിക്ഷമായിട്ടുള്ള 7 സംവത്സരം വരാൻ പോവാ. ആ സംവത്സരം രാജാവിനെ ദൈവം അറിയിച്ചതാ. അത് കഴിഞ്ഞതിന് ശേഷം ക്ഷാമമുള്ളത് വരും. ആ ക്ഷാമമുള്ളത് വരുമ്പം ഈ സുഭിക്ഷമായ വർഷങ്ങൾ നടന്നെന്ന് അറിയത്തോലുമില്ല. പക്ഷെ അതിനുവേണ്ടി രാജാവ് എന്ത് ചെയ്യണം? 32-ാമത്തെ വാക്യം വായിച്ചു മുന്നോട്ട് പോവാം. ഫറവോന് 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കുന്നത് കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്താനിരിക്കുന്നതും ആകയാൽ ജ്ഞാനവും വിവേകമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയായി വെക്കണം. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാട്ടെ. ഇനിയുള്ള സ്ലൈഡും കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ട് നിങ്ങളോട് മുന്നോട്ട് പറഞ്ഞു തരാം. ജോസഫ് പറഞ്ഞു, ജ്ഞാനവും വിവേകമുള്ള ഒരാളെ തെരഞ്ഞെടുത്ത് ഇതിന് അധികാരിയാക്കണം. ഓക്കെ, ഞാൻ ഈ സ്ലൈഡിന്റെ കാര്യങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് 13 വർഷം എടുത്തു. നോ കമ്മ്യൂണിക്കേഷൻ. 2 സ്ഥലത്തിരുന്ന് തന്നെ ട്രെയിൻ ചെയ്തു. ഒന്ന് ഗവർണറിന്റെ വീട്ടില്, 2 പ്രിസണില്. നിങ്ങൾക്ക് അറിയാമല്ലോ, അതെല്ലാം അറിയാമല്ലോ. ഗവർണറിന്റെ വീട്ടില്, പ്രിസണില്. അത്രയും സംവത്സരം. ജോസഫ് ഭയങ്കരനൊരു കണക്ക് പറഞ്ഞു കൊടുക്കുക. രാജ്യത്തിന്റെ ഈ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 7 14 സംവത്സരത്തിൽ നടക്കുന്ന ഈ ഇൻസിഡന്റിൽ നിന്ന്, ഇവന്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കരനൊരു കണക്ക് പറഞ്ഞു കൊടുത്തു. എന്തോ കണക്കെന്നറിയാമോ? രാജാവേ, രാജാവിന്റെ നേതൃത്വത്തിൽ രാജ്യം മുഴുവനും, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. രാജാവിന്റെ നേതൃത്വത്തിൽ രാജ്യം മുഴുവനും കൃഷി ഇറക്കണം. കൃഷി ഇറക്കിയിട്ട് രാജ്യത്തുള്ള ജനത്തിന്റെ കയ്യിൽ നിന്നുകൊണ്ട് 5-1 മേടിക്കണം. 5-1 അത് മേടിച്ചിട്ട് രാജാവിന്റെ നേതൃത്വത്തിൽ തന്നെ പാണ്ഡികശാല പണിത്, സ്റ്റോർ ഹൗസ് പണിത് അതിനെ കൂട്ടിവെക്കണം. 4-1 ജനം വിത്തിനെടുക്കണം. 3 ബാക്കിയുള്ള 3 ഭാഗം ജനത്തിന് ആഹാരമായി എടുക്കണം. ജോസഫ് ഭയങ്കരൻ ഒരു സ്ട്രാറ്റജി രാജ്യത്തിന് വേണ്ടി വെച്ചു കൊടുത്തു. ഇത് ഈസ് എ നേഷൻ ബിൽഡർ. വെച്ചു കൊടുത്തു. 5-1. നമ്മൾ അത് വീണ്ടും നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് കാണും. 5-1 ആ ഒരു സിസ്റ്റം പറഞ്ഞു കൊടുത്തു. കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു വിസ്ഡം കേട്ട് കഴിഞ്ഞപ്പം നിങ്ങൾ അതിന്റെ ആ വാക്യങ്ങളൊക്കെ താഴോട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, താഴോട്ടുണ്ട്. ഫറവോൻ അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ദൈവാത്മാവുള്ള ഇവനെ പോലെ മറ്റുള്ള ഒരുവനെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അന്നേരം ആ ജോസഫിന്റെ അടുക്കലേക്ക് ഫറവോൻ എഴുന്നേറ്റ് വന്ന്
ഫറവോൻ തന്റെ അടുക്ക വന്ന് ജോസഫിന്റെ കൈക്ക് ഒരു മുദ്രാമോതിരം ഇട്ടു, അവന്റെ ദേഹത്തൊരു വസ്ത്രമിട്ടു, അവന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണ സരപ്പളിയ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സാധനം ഇട്ടു. അത് അവരുടെ കൾച്ചറിനെ കാണിക്കുന്നതാണ്. അന്നേരം ജോസഫിന്റെ കഴുത്ത് നിവരുന്നേ, ഇതെല്ലാം ദൈവം എവിടെ നിർത്തി പഠിപ്പിച്ചു? പോത്തിഫറിന്റെ വീട്ടിൽ. യെസ്, പൊത്തിഫേറിന്റെ വീട്ടിൽ നിർത്തി ഈജിപ്ഷ്യൻസ് കൾച്ചർ പഠിക്കാനാ അവനെ ഗവർണറിന്റെ വീട്ടിൽ കയറ്റിയത്. പക്ഷെ അടിമയായിട്ടാ നീ വന്നത്. അടുത്തൊരു സൂപ്പർ മിസ്റ്ററി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സൂപ്പർ മിസ്റ്ററി. ഓക്കെ, മുന്നോട്ട് വരാം. ഇവന്റെ കയ്യിൽ 42ാമത്തെ വാക്യം, അവന്റെ കയ്യിൽ മോതിരമിട്ടു, സ്വർണ്ണ സരപ്പളിയും ഇട്ടു, കഴുത്തിലിട്ടു. അവരുടെ കൾച്ചറിനെ കാണിക്കുന്ന എല്ലാം ഇട്ടു. അവനോട് പറഞ്ഞു, 2ാം രഥത്തിൽ കയറ്റ്, ഇവനെ എല്ലാവരും ഇവന്റെ മുമ്പിൽ മുട്ടുകുത്ത്. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്റെ മുമ്പിൽ മുകളിലായിരിക്കും. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട് ഫറവോന് ജോസഫ് പിതാവായിരുന്നു. കാരണം ഫറവോൻ അഡ്വൈസ് കൊടുക്കുന്നതായിരുന്നു ജോസഫ് എന്ന്. ഫറവോൻ എന്നെ പിതാവാക്കി വെച്ചു എന്ന് ജോസഫ് പറയുന്നുണ്ട്. എല്ലാവരും നിന്റെ മുമ്പിൽ മുട്ടുകുത്തും, നീയാണ് സെക്കൻഡ് ഇൻ കമാൻഡ്, ഞാൻ എന്റെ പൊസിഷൻ കഴിഞ്ഞ അടുത്ത നീയാ. സകല ഗവർണർമാരുടെ മേലിൽ ഗവർണറാക്കി, നിന്നെ പ്രധാനമന്ത്രിയാക്കി. ജോസഫിന്റെ നടു നിവർത്തത് അന്നേരമാ. നമ്മളായിരുന്നെ ചെന്നപ്പോഴേ സെൽഫി എടുക്കാൻ പോയി തല പോയേനെ. നമ്മുടെ പിള്ളേരുടെ രീതിയിലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രിപ്പറേഷൻ, ട്രെയിനിങ് ഭയങ്കര. മുന്നോട്ട് വരുമ്പോൾ കാണാം. ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വരട്ടെ. ജോസഫിന് അടുത്ത ദിവസങ്ങളിൽ ജോസഫിന്റെ കാര്യങ്ങളെ തുടങ്ങി. പക്ഷെ അവിടെ ബൈബിളിലെ വാക്യം അനുസരിച്ച് ഞാൻ പറഞ്ഞു പോട്ടെ, ജോസഫിന് ആ രാജ്യത്തെ ഒരു മകളെ ഭാര്യയായി കൊടുത്തു. ജോസഫിന്റെ പേര് മാറ്റി, സാപ്നത്ത് പനേഹ് എന്ന് തന്റെ പേരിട്ടു. സാപ്നത്ത് പനേഹ്, 45ാം വാക്യം. സാപ്നത്ത് പനേഹ്. ഇനി നോക്കിയേ, താൻ കിടന്ന ജയിൽ എവിടെയാ? ഓൻ. പൊത്തിഫേർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗവർണർ. ഒരു ഗവർണറിന്റെ മകളെ താൻ കല്യാണം കഴിച്ചു. എവിടെ കിടന്ന് നിലവിളിച്ചോ ആ ദേശത്തുനിന്ന് തന്നെ ദൈവത്തിന്റെ മാന്യത ദൈവം കൊടുത്തു. 45ാമത്തെ വാക്യത്തിലുണ്ട്, ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസനത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ ജോസഫ് മിസ്രൈം ദേശത്ത് എല്ലായിടവും സഞ്ചരിച്ചു. നമ്മൾ അടുത്ത ഹിസ്റ്റോറിക്കൽ ചില കാര്യങ്ങൾ കാണാൻ പോവാം. ഹിസ്റ്റോറിക്കൽ കാര്യം. ജോസഫിന് 30 വയസ്സായിരുന്നു ജോസഫ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ. കഴിഞ്ഞ 13 വർഷം ദൈവം തന്നെ ട്രെയിൻ ചെയ്തു. ജോസഫ് മിസ്രൈമിലെ സിസ്റ്റങ്ങളെ ഡെവലപ്പ് ചെയ്തത് അതിന്റെ ഒരു ഐഡിയ, അതിന്റെ കുറെ ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജിക്കൽ കാര്യങ്ങൾ നമ്മൾ ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് കണ്ടുവരിക. 27 സ്റ്റോർ ഹൗസുകൾ ജോസഫ് ഈജിപ്തിൽ പണിതു. 27 സ്റ്റോർ ഹൗസുകൾ. ആ ചില സ്റ്റോർ ഹൗസിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഈജിപ്തിൽ ലെക്സോറിലുണ്ട്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരിക്കുന്ന UN ഹെഡായിരിക്കുന്ന ആ വ്യക്തി പറയുന്ന ലെക്സോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നും ആ സ്റ്റോർ ഹൗസിന്റെ, പാണ്ഡികശാലയുടെ അവശിഷ്ടങ്ങളുണ്ട്. 27 സ്റ്റോർ ഹൗസുകൾ പണിതു. 27 സ്റ്റോർ ഹൗസ്. ഇനി ജോസഫ് മിസ്രൈമിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സിസ്റ്റം 41-ാം അധ്യായത്തിന്റെ 32ാമത്തെ വാക്യം തൊട്ട് നമ്മൾ കണ്ടു. 32ാമത്തെ വാക്യം, 36, നിങ്ങളൊന്ന് വേഗത്തിൽ നോക്കിക്കോ. 32 മുതൽ 36 വരെ ഒന്ന് ഓടിച്ചു നോക്കിക്കോ. ഇനിയും 43ാമത്തെ വാക്യം. നിങ്ങൾ ആ ചരിത്രങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് കണ്ടു. 47ന്റെ 26 എന്ന് വായിച്ചേ. 5-1 എന്ന് പറയുന്ന ആ സിസ്റ്റം, അവർ വർഷങ്ങൾ ആ സിസ്റ്റം ആയിരുന്നു അവർ പിന്തുടർന്നുകൊണ്ടിരുന്നത്. 47ന്റെ 26. 5-1 ഫറവോന് ചെല്ലണം എന്നിങ്ങനെ യോസെഫ് മിസ്രൈമിലെ നിലങ്ങളെ സംബന്ധിച്ച് വെച്ച ചട്ടം ഇന്നുവരെയും നടപ്പാകുന്നു. ജോസഫ് ഉണ്ടാക്കിയ സിസ്റ്റം നാളുകൾ കഴിഞ്ഞിട്ടും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ അധ്യായത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും. 4-1 സ്റ്റോർ ഹൗസിൽ പോകണം, 5-1 സ്റ്റോർ ഹൗസിൽ പോകണം, 4-1 വിത്തിനെടുക്കണം, 3% ഫുഡിനെടുക്കണം.
കണ്ടോ? ഇനി അടുത്തത്, ജോസഫ് മിസ്രൈമിൽ മുഴുവന് കൃഷിക്കാരെ ഇറക്കാൻ വേണ്ടി ഉത്സാഹിപ്പിച്ചു. കൃഷിക്കാരെ ഇറക്കാൻ ഉത്സാഹിപ്പിച്ചു. അവർക്ക് വേണ്ടിയ ഫാർമേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. നിങ്ങൾ ഈ സ്ലൈഡിൽ നോക്കിയാട്ടെ, ഫീൽഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു, സീഡ്സ് വിത്തുകൾ കൊടുത്തു. ഇത് സെയിം ടൈം 7 വർഷം കൊണ്ട് സ്റ്റോർ ഹൗസുകൾ പണിതു. എത്ര സ്റ്റോർ ഹൗസുകൾ പണിതു? രാജ്യത്തിന്റെ പല സ്ഥലത്ത് 27. ഈ ധാന്യം 7 വർഷം കേടുകൂടാതെ ഇരിക്കാനുള്ള പ്രിസർവിംഗ് സിസ്റ്റം ജോസഫ് ഉണ്ടാക്കി. അത് ഡെവലപ്പ് ചെയ്തു. ഒന്നോർത്ത്, 7 വർഷം ധാന്യം സൂക്ഷിക്കണം. 7 അല്ല, 14 വർഷം ധാന്യം സൂക്ഷിക്കണം. 14 വർഷത്തിൽ കൂടുതൽ. കാരണം രാജ്യത്തിന്റെ ജനത്തിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പം ജോസഫിന്റെ മേൽ വന്നു. എത്ര കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു കേട്ടോണേ. ഫാർമേഴ്സ്, ഫീൽഡിനകത്ത് വരുന്നത് എന്തുമാത്രം കാര്യം വരും. ഇറിഗേഷൻ സിസ്റ്റം അല്ലെ, എത്ര സിസ്റ്റങ്ങൾ ജോസഫ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതൊരു പഞ്ചായത്തിനാണോ ചെയ്തത്, ഒരു വില്ലേജിനാണോ ചെയ്തത്, ഒരു സിറ്റിക്കാണോ ചെയ്തത്, ഒരു രാജ്യത്തിനാണോ ചെയ്തത്? രാജ്യത്തിന്. എത്ര ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യണം, എത്ര സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. ഇതെല്ലാം ആര് ചെയ്തെന്നറിയാമോ? ജോസഫ് ചെയ്തു. ഞാൻ ഇനി അടുത്തൊരു സിസ്റ്റം കൂടെ പറഞ്ഞിട്ട് ഈ 41 അധ്യായത്തിൽ നിങ്ങൾ ജമ്പ് ചെയ്യുക. ആ രാജ്യത്തിന്റെ അകത്ത് ആ സമയത്ത് ദൈവം പറഞ്ഞതാ, ഭയങ്കര സമ്പൽ സമുഷ്ടിയായിട്ടുള്ള വർഷം വരും. സമ്പൽ വർഷം വരും. ഒന്നാമത്തെ വർഷം കിട്ടിയ ഭൂമിയുടെ പ്രൊഡക്ടിവിറ്റിയുടെ 700 ഇരട്ടിയാണ് അടുത്ത വർഷം കിട്ടിയത്. 700 ഇരട്ടി. അങ്ങനെ 7-ാം വർഷം എത്തിയപ്പോഴത്തേക്ക് ചരിത്രം പറയുക 1400 ഇരട്ടി പ്രൊഡക്ടിവിറ്റി ഭൂമി കൊടുത്തെന്ന്. നിങ്ങൾ അതിനുവേണ്ടി തെളിവിന് വേണ്ടി ഒരു വേർഡ് വായിച്ചു. 49-ാമത്തെ വാക്യം, 41-ന്റെ 49. കാരണം അളക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ ഭൂമി അതിന്റെ പ്രൊഡക്ടിവിറ്റി കൊടുത്തു. ഒന്ന് വായിക്കാമോ? അങ്ങനെ ജോസഫ് വായിച്ചു സിസ്റ്ററെ. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. നിങ്ങൾ 41-ാം അധ്യായം ഒന്ന് വായിക്കണേ. ഞാൻ പറഞ്ഞ ഒത്തിരി വേർഡുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓരോ പട്ടണത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ 27, ഈജിപ്റ്റ് മൊത്തം 27 പാണ്ടികശാല ഉണ്ടാക്കി. ഈ ധാന്യം സൂക്ഷിക്കാനുള്ള പ്രിസർവിങ്. ഭൂമി അതിന്റെ ഭയങ്കര പ്രൊഡക്ടിവിറ്റി കൊടുത്തു. കാരണം ദൈവം പറഞ്ഞ സമ്പൽ സമുഷ്ടി ഉണ്ടാകാൻ പോവാം. സമ്പൽ സമുഷ്ടി 1400 ഇരട്ടി പ്രൊഡക്ടിവിറ്റിയാണ് ഭൂമി കൊടുത്തതെന്ന് ചരിത്രം പറയുന്നു. സോ അളക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞതിന് മുമ്പേ ഒരു വലിയൊരു കാര്യം കൂടെ ഞാൻ പറയാം. 50-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. അടുത്ത 2 വാക്യം കൂടെ. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. ഒരു ഭയങ്കര മനസ്സിന്റെ ഉടമയായിരുന്നു ജോസഫ്. ഇത്രയും നാളും താൻ കയ്പിക്കൂടെ പോയിട്ടും തന്റെ അകത്ത് കയ്പ് കയറിയില്ല. താൻ മകനിട്ട പേര് കണ്ടോ? ഒന്നാമത്തെ മോനിട്ട പേരെന്തുവാ? മനശ്ശെ. എന്തുവാ വേർഡിന്റെ അർത്ഥം? എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. കണ്ടോ? തന്റെ ഉള്ളിൽ കയ്പില്ലായിരുന്നു. ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നതിന്റെ മുമ്പിൽ ചില തടസ്സങ്ങളൊക്കെ, കയ്പുകളൊക്കെ കേട്ടോ. നമ്മൾ റിവെഞ്ച്, ബിറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചോണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴും ഓർത്തോ, ഞാൻ ഇന്ന് ആ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. റിവെഞ്ച് അല്ലെങ്കിൽ ബിറ്റർ, ഈഗോ, ജലസി, ഇതുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് നമ്മളെ ഉപയോഗിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല.
ഒറ്റയൊരാളോട് പോലും നമ്മൾ റിവെഞ്ച് വെക്കല്ല. നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഒരു സമയത്ത് എന്റെ മനസ്സിലൊക്കെ വിഷമവും ദേഷ്യവും റിവെഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് എന്നെ വർഷങ്ങൾക്ക് പുറകിൽ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വരാൻ പറഞ്ഞു. ഓരോരുത്തരോട് ഞാൻ കൈകൂപ്പി ക്ഷമ ചോദിച്ചു. ഞാൻ ആ വേർഡുകളൊന്നും എക്സ്പ്ലെയിൻ പറയുന്നില്ല. രണ്ടാമത്തെ മകന്റെ പേരിട്ട് എഫ്രൈം. നമുക്കത് മുന്നോട്ട് വരുമ്പോൾ കാണാം. ക്ഷാമം തുടങ്ങിയപ്പോ മിസ്രൈം മാത്രമായിരുന്നില്ല ക്ഷാമം. 56-ാമത്തെ വാക്യം, ഭൂതലത്തിൽ എങ്ങും ക്ഷാമമായിരുന്നു. ജോസഫ് പാണ്ഡികശാലകൾ തുറന്നു, മിസ്രൈമ്യർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രൈം ദേശത്ത് കഠിനമായിരുന്നു. ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ വന്നു, ജോസഫിന്റെ അടുക്കൽ വന്നു. ഞാൻ ഒരു സിസ്റ്റം കൂടെ ജോസഫ് ഡെവലപ്പ് ചെയ്ത് കാണിക്കട്ടെ, ചരിത്രം പറയുന്നത്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ധാന്യം കളക്ട് ചെയ്യാൻ വേണ്ടി, മേടിക്കാൻ വേണ്ടി ഈജിപ്തിൽ വരുമ്പം, കാരണം ഈജിപ്തിനകത്ത് ജോസഫ് അടുത്തൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. എന്തുവാണെന്നറിയാമോ? ചരിത്രം പറയുന്നു, മണി എക്സ്ചേഞ്ചിങ് സിസ്റ്റം ജോസഫ് ഡെവലപ്പ് ചെയ്തു. മണി എക്സ്ചേഞ്ചിങ് സിസ്റ്റം. ഞാൻ പറഞ്ഞ 20 വെള്ളിക്കാശ് നിങ്ങൾ മുന്നോട്ട് വരുമ്പം കാണാം, അടുത്ത അധ്യായത്തിൽ കാണാം, ദ്രവ്യവുമായിട്ട് വരുന്നു. യാക്കോബിന്റെ മക്കൾ ദ്രവ്യവുമായിട്ട് വരുന്നു. അവരുടെ രാജ്യത്തുള്ള അന്നത്തെ സിസ്റ്റം ഈജിപ്തിൽ കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മണി എക്സ്ചേഞ്ചിങ് സിസ്റ്റം ജോസഫ് ആ രാജ്യത്തിന് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. 2, ഇവർക്ക് മണി എക്സ്ചേഞ്ച് ചെയ്തു. എത്ര ധാന്യം, ചാക്ക് ധാന്യം വേണം, അതിനുവേണ്ടി ടോക്കൺ എടുക്കണം. ഞാൻ ഇന്നത്തെ സിസ്റ്റം വരെ ടോക്കൺ എന്നുള്ളത്, പക്ഷെ ആ ചരിത്രകാരൻ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ചീട്ട് എടുത്തിട്ട് ഒരു സ്ഥലത്ത് പോയി ധാന്യം കളക്ട് ചെയ്തിട്ട് പട്ടണത്തിൽ ട്രാഫിക് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പട്ടണ മതിലിന് വെളിയിലേക്ക് പോകാനുള്ള ഒരു സിസ്റ്റവും താൻ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞതാണ് മണി എക്സ്ചേഞ്ചിങ്, ടോക്കൺ, ട്രാഫിക് എന്നൊക്കെയുള്ളത് ഇന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞതാ. പക്ഷെ ജോസഫ് അന്നത്തെ ആ കൾച്ചറിൽ, അന്നത്തെ ആ രാജ്യത്തിന് വേണ്ടി മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സിസ്റ്റം ജോസഫ് ഡെവലപ്പ് ചെയ്തു. നിങ്ങൾ ഈ വേർഡ് എപ്പോഴും ഓർക്കണം. ഒരു പട്ടണത്തിനല്ല, ഒരു നേഷന് മണി എക്സ്ചേഞ്ച് ചെയ്തു. എത്ര ധാന്യം, ചാക്ക് ധാന്യം വേണം, അതിനുവേണ്ടി ടോക്കൺ എടുക്കണം. എന്നിട്ട് ധാന്യം വിൽക്കുന്ന സ്ഥലത്ത് പോയി ഇത് മേടിക്കണം. എന്നിട്ട് പട്ടണ മതിലിന് വെളിയിലേക്ക് ഇവർക്ക് പോകാനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്തു കൊടുത്തു ജോസഫ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇത്രയും നേരം പറഞ്ഞതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം വരിക. ജോസഫിന് മേൽ ഡിവൈൻ വിസ്ഡം വ്യാപരിച്ചു. അങ്ങനെ നമ്മുടെ സഹോദരന്മാരെല്ലാം ജോസഫിനെ കാണാൻ വരുന്നത് ഓടിച്ചൊന്ന് നോക്കിയിട്ട് വാ. 42:6 ഞാൻ വേഗത്തിൽ അത് പറഞ്ഞിട്ട് 47-ാം അധ്യായത്തെ ചില കാര്യങ്ങൾ എനിക്ക് കാണിക്കണം. ജോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്ക് ധാന്യം വിറ്റത്. ജോസഫിന്റെ സഹോദരന്മാര് വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. കണ്ടോ? ഇനി അവർ നമസ്കരിക്കുന്ന കാണാൻ ഒരു പ്രാവശ്യമല്ല, കർത്താവ് 2 സ്വപ്നമേ കാണിച്ചുള്ളൂ. അവരെ പലവട്ടം ദൈവം അവരെ നമസ്കരിപ്പിച്ചു. നമസ്കരിക്കുക എന്നുള്ള വേർഡ്, ഫേസ്, മുഖം നിലത്ത് പോയി മുട്ടണം, നെടുമ്പാട് വീഴണം. ജോസഫിനെ നമസ്കരിച്ചു. ജോസഫ് നമസ്കരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ, അതോ ദൈവത്തിന്റെ സ്വപ്നമായതുകൊണ്ട് ദൈവം ചെയ്തോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവമക്കൾ കേൾക്കുന്നുണ്ടോ? ജോസഫ് ഒന്നും ചെയ്തില്ല. അവര് വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. റോൺ ചാൾസ് പറയുന്ന വേർഡ് പ്രകാരമാണ്, ധാന്യം മേടിക്കാൻ വരുന്നവരൊക്കെ ജോസഫിനെ വണങ്ങിയിട്ടായിരിക്കണം ധാന്യം മേടിക്കാൻ പോകുന്നത്. അത് അവരുടെ കൾച്ചർ അവർ അങ്ങനെ ആക്കി. കാരണം ജോസഫ് ആയിരുന്നു സകലത്തിന്റെ ആ കാലത്തെ അധികാരിയാക്കിയത്. മുന്നോട്ട് വരട്ടെ, ആ വേർഡുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ. ജോസഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട്, 9-ാമത്തെ വാക്യം, നിങ്ങൾ ഒറ്റുകാരാകുന്നു.
23-ാമത്തെ വാക്യം, ജോസഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരമായിരുന്നത് കൊണ്ട് അവർ അത് ഗ്രഹിച്ചു എന്ന് അറിഞ്ഞില്ല. ജോസഫ് ലാംഗ്വേജ് പഠിച്ചോ? ദൈവമക്കൾ കേൾക്കാമോ? ജോസഫ് ലാംഗ്വേജ് പഠിച്ചോ? പഠിച്ചു. 43 വേഗത്തിൽ 1-2 കാര്യങ്ങൾ കാണിച്ചിട്ട് 47-ാം അധ്യായത്തിലേക്ക് അവർ വീണ്ടും 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 43-26 നമസ്കരിക്കുന്നത് കാണാം. 32-ാമത്തെ വേർഡ്, അടുത്തൊരു കൾച്ചർ. അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവരോട് കൂടെ ഭക്ഷിക്കുന്ന മിസ്രൈമ്യർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു. മിസ്രൈമ്യർ എബ്രായരോട് കൂടെ ഭക്ഷണം കഴിക്കുകയില്ല, അത് മിസ്രൈമ്യർക്ക് വെറുപ്പാകുന്നു. 43-32. അടുത്തത് 44-ാം അധ്യായം. അവർ വണങ്ങിയതൊന്ന് കണ്ടിട്ട് പോവാം. 44-14 വീണ്ടും വണങ്ങുന്നു, നമസ്കരിക്കുന്നു, സാഷ്ടാംഗം വീഴുന്നു. 45-4 ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. ജോസഫ് പറയുന്ന ഒരു വേർഡ് കേട്ടോ. ജോസഫിന് അയ്യോ എനിക്ക് പണ്ടത്തെ കാര്യം, ആ കെണ്ടി വീണൊന്നും എനിക്ക് ഓർമ്മയില്ല. ജോസഫ് പറഞ്ഞ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്യത്തില്ല, റിവെഞ്ച് ചെയ്യത്തില്ല. ജോസഫ് പൊട്ടം കളിക്കുകയല്ലായിരുന്നു അല്ലേ? എനിക്ക് എല്ലാം ഓർമ്മ കാണും, പക്ഷേ തന്റെ മനസ്സ് കണ്ടോ? എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. അവിടെ മറ്റൊരു വേർഡ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞതുകൊണ്ട് വ്യസനിക്കേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ഭാര്യമാരെയും പോറ്റി പുലർത്താൻ ദൈവം എന്നെ അയച്ചതാണ്. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? പൊന്നെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിങ്ങൾ ഓർത്താ മതി എന്ത് ചെയ്തേനെന്ന്. നമ്മള് അവന്റെ കാര്യം കട്ടപ്പോകയായി അല്ലേ? അവോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 47-ാം അധ്യായത്തിലേക്ക് ഞാൻ ജമ്പ് ചെയ്യാം. 47-ാം അധ്യായത്തിൽ നമ്മള് 45-6 ഒക്കെ കണ്ടായിരുന്നു, യാക്കോബ് വരുന്നതും ഒക്കെ കണ്ടു. ഓക്കെ, ഇനി ഒരു കാര്യം പറയാൻ പോവാം. മിസ്രൈമ്യർ അവരുടെ കയ്യിലുള്ള ധാന്യം കഴിഞ്ഞു. മറ്റുള്ള രാജ്യങ്ങൾ ആൾക്കാർ ഒന്ന് ധാന്യം മേടിച്ചുകൊണ്ടിരിക്കുക, കാരണം ജോസഫിന്റെ ധാന്യമുണ്ട്. ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. മിസ്രൈമരുടെ കയ്യിലെ ധാന്യം കഴിഞ്ഞപ്പോൾ മിസ്രൈമർ വന്ന് ഫറവോനോട് കരയാൻ തുടങ്ങി. നമ്മളെ വാക്യങ്ങളൊക്കെ വായിക്കാം. ഫറവോനെ, ഞങ്ങൾക്ക് ധാന്യം തരണം, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ധാന്യം കഴിഞ്ഞു. ഫറവോൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എൻ്റെ അടുക്ക വന്നേ? നിങ്ങൾ ജോസഫിന്റെ അടുക്ക ചെല്ല. അവർ ജോസഫിന്റെ അടുക്ക വന്നു. ജോസഫേ, ഞങ്ങൾക്ക് ധാന്യം തരണം, യജമാനന് ധാന്യം തരാം, എൻ്റെ കയ്യിൽ ധാന്യമുണ്ട്. നിങ്ങൾ കേട്ടാട്ടെ, നിങ്ങളുടെ മൊത്തം പണവും കൊണ്ടുവരാൻ പറഞ്ഞു. മൊത്തം പണവും, ഞാൻ ഈ പറയുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. മൊത്തം പണവും കൊണ്ടുവരാൻ പറഞ്ഞു. ജോസഫ് ആ ആണ്ടിൽ മിസ്രൈമ്യരുടെ സകല പണവും സെയിം ടൈമിൽ മറ്റുള്ള രാജ്യങ്ങളുടെ പണം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് പിമ്പിലത്തെ അധ്യായത്തിൽ നടന്നു. മിസ്രൈമ്യരുടെ സകല പണവും ജോസഫ് മേടിച്ചു. എന്നിട്ട് രാജാവിന്റെ ട്രഷറി കൊണ്ടുപോയി കൂട്ടി. രാജാവിന്റെ ട്രഷറിയിൽ ആ ആണ്ടിൽ അവർക്ക് ധാന്യം കൊടുത്ത് അവരെ രക്ഷിച്ചു. അടുത്ത ആണ്ട് വന്നപ്പം അവരെല്ലാം കൂടെ വീണ്ടും വന്ന് കരയാൻ തുടങ്ങി. യജമാനനെ, ഞങ്ങളുടെ പൈസ കഴിഞ്ഞു, മൊത്തം പൈസയും കഴിഞ്ഞു, ഞങ്ങളുടെ ധാന്യവും തീർന്നു, ക്ഷാമം ഭയങ്കര കഠിനമാണ്. അതുകൊണ്ട് യജമാനെ, ഞങ്ങൾക്ക് ആഹാരം തരണം. ജോസഫ് പറഞ്ഞു, ഞാൻ ആഹാരം തരാം, എൻ്റെ കയ്യിൽ ആഹാരമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ മൃഗസമ്പത്തിനെ മൊത്തം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആട്, മാട്, കുതിര, ഒട്ടകം, കഴുത മൊത്തം മേടിച്ചു. ആരെങ്കിലും ഒന്ന് പറയാമോ ആര് മേടിച്ചെന്ന്? കാരണം ആരാ മേടിച്ച ഇത് മൊത്തം? ജോസഫ് വിലയായി മേടിച്ചു. നിങ്ങൾ അവിടുത്തെ വീട് കേൾക്കണം. അടുത്ത ആണ്ടായപ്പം ജനമെല്ലാം വീണ്ടും വന്ന് കരഞ്ഞു, ഞങ്ങളുടെ കയ്യിലെ ധാന്യം കഴിഞ്ഞു, പണം യജമാനന് ചേർന്നു, ആടുമാടുകൾ യജമാനന് ചേർന്നു, ഇനിയും ഞങ്ങളുടെ നിലങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ വേർഡ് ഒന്ന് വായിച്ച് 47-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് താഴോട്ടൊന്ന് വായിച്ചു. നമ്മൾ അവിടെ ഒന്ന് നിർത്തി ചിന്തിക്കാൻ പോവാ. ഒരു സൂപ്പർ മിസ്റ്ററി. എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നത് കൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസഫ്
മിസ്രയീം ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു. പണം യോസഫ് ഫറവോന്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. മിസ്രയീം ദേശത്തും കനാൻ ദേശത്തും പണം ഇല്ലാതായപ്പോൾ മിസ്രയീമ്യരൊക്കെയും യോസഫിന്റെ അടുക്കൽ ചെന്ന്, ഞങ്ങൾക്ക് ആഹാരം തരേണം, ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നത് എന്തിന്? പണം തീർന്നുപോയി എന്ന് പറഞ്ഞു. അതിന് യോസഫ്, നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ, പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കുതിര, ആട്, കന്നുകാലി, കഴുത എന്നിവയെ യോസഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു. ആ ആണ്ടിൽ അവരുടെ കന്നുകാലികളെ എല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു. ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഞങ്ങളുടെ പണം ചെലവായി, മൃഗക്കൂട്ടങ്ങളും യജമാനന് ചേർന്നു, ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളുമല്ലാതെ യജമാനന്റെ മുൻപാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറയ്ക്കുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ മുമ്പിൽ എന്തിന് നശിക്കുന്നു? നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങേണം. ഞങ്ങൾ നിലവുമായി ഫറവോൻ അടിമകളാകട്ടെ. ഞങ്ങൾ മരിക്കാതെ ജീവനോടെ ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരേണം. അങ്ങനെ ജോസഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി. ക്ഷാമം പ്രബലപ്പെടുക കൊണ്ട് മിസ്രൈമ്യർ തങ്ങളുടെ നിലം വിറ്റു. നിലമെല്ലാം ഫറവോനായി. ജനങ്ങളെയോ അവൻ ടീച്ചറെ മതി. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാട്ടെ, ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. 1-ാം വർഷം എന്തു മേടിച്ചു? മിസ്രൈമിലെ പണം മുഴുവനും മേടിച്ചു, രാജാവിന്റെ ട്രഷറി കൊണ്ടുവന്ന് കൂട്ടി. 2-ാം വർഷം എന്തു മേടിച്ചു? മൃഗസമ്പത്ത്, ആടുമാട് എല്ലാം മേടിച്ചു. ഒരു ഗ്രാമത്തിന്റെ അല്ല, ഒരു രാജ്യത്തിന്റെ മൃഗസമ്പത്ത് മൊത്തം മേടിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണേ. 3-ാമത്തേത് നിങ്ങൾ കേൾക്കണേ, നിലം മേടിച്ചു. പുരോഹിതന്മാരുടെ ഒഴിച്ച് ബാക്കി നിലങ്ങൾ മൊത്തം, മിസ്രൈമിലെ നിലം മൊത്തം ജോസഫ് രാജാവിന് വേണ്ടി മേടിച്ചു. അടുത്ത വേർഡ് കേട്ടോ, മിസ്രൈമിലെ ജനത്തെ താൻ അടിമയായിട്ട് മേടിച്ചു. എന്റെ ചോദ്യം, നീ എങ്ങനെ ഇവിടെ വന്നത്? അടിമയായിട്ട്. മൈ ഗോഡ്, സോ പവർഫുൾ. നീ എങ്ങനെ ഇവിടെ വന്നേ? നീ രാജ്യത്ത് അടിമയായിട്ട് വന്നതാ. ഇപ്പൊ എന്നിട്ട് മിസ്രൈം മുഴുവനും നീ അടിമയായിട്ട് മേടിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജോസഫ് മിസ്രൈമിലെ നിലത്തെയും ജനത്തെയും കൂടെ അടിമയായിട്ട് മേടിച്ചത്. നീ എങ്ങനെ ഇവിടെ വന്നേ? പക്ഷെ ഇത് ആരുടെ പദ്ധതിയായിരുന്നു? ഓ ജീസസ്, ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കുക. നീ ആ കുഴി കിടന്നപ്പോഴേ എന്തിനാ ഈജിപ്ഷ്യൻസിനെ അവിടെ ഞാൻ കൊണ്ടുവന്നേ? അന്ന് ഇന്ത്യയിൽ ഹിന്ദു ദേശത്ത് വ്യാപാരമുണ്ട്. ആഫ്രിക്കയിൽ വ്യാപാരമുണ്ട്. അങ്ങോട്ടെങ്ങും പോകുന്നവർ വന്നില്ലല്ലോ. നീ പൊട്ടക്കിണറ്റി കിടന്നു. എക്സ്ക്യൂസ് മീ ബ്രദറെ, ഇന്ററപ്റ്റ് ആവുന്നുണ്ട്, കേൾക്കുന്നില്ല ഇടയ്ക്ക് വെച്ച്. ഓക്കെ സിസ്റ്ററെ, റൈറ്റ്. ഞാൻ ചോദിച്ചത് ഇപ്രകാരമാ, ഈ മിസ്രൈമിലേക്ക് നീ എങ്ങനെ വന്നേ? അടിമയായിട്ട്. നിങ്ങളൊന്ന് പറഞ്ഞു വന്നാട്ടെ. ഇപ്പൊ രാജ്യം മുഴുവനും നീ അടിമയായിട്ട് മേടിച്ചു. ഫറവോന് വേണ്ടി ജനത്തെയും നിലത്തെയും മൃഗത്തെയും സമ്പത്തിനെയും എല്ലാം മേടിച്ചു. നീ അടിമയായിട്ട് ഇവിടെ വന്നതാ. നിന്നെ വിറ്റ് നീ അടിമയായിട്ട് വന്ന, നീ രാജ്യം മൊത്തം മേടിച്ചു. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം ആരാ ചെയ്തത്? നീ ആ പൊട്ടക്കിണറ്റി കിടക്കുമ്പോ മിസ്രൈമിലെ ഈജിപ്തിലേക്ക് പോകുന്ന ആൾക്കാരെ അവിടെ ആരാ കൊണ്ടുവന്നേ? ദൈവമക്കൾ കേൾക്കുന്നുണ്ടോ? അന്ന് വേറെ രാജ്യത്ത് ബിസിനസ് ഉണ്ട്. ഇന്ത്യയിലുണ്ട് ബിസിനസ്, ഹിന്ദു ദേശത്തുണ്ട്, കൂഷിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, എത്യോപ്യയിലുണ്ട് ബിസിനസ് ഉണ്ട്. അവിടോട്ടെങ്ങും പോകുന്ന ആൾക്കാരെ വരാതെ ഗിലയാദിൽ നിന്ന് സുഗന്ധ പശയും സന്നിനായകവുമായിട്ട് ഈജിപ്തിലേക്ക് പോകുന്ന ആൾക്കാരെ ആരാ കൊണ്ടുവന്നേ? നിന്നെ എന്തിനാ ഞാൻ പൊത്തിഫേറിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റിയേ? നിന്നെ എന്തിനാ ഞാൻ പൊളിറ്റിക്കൽ പ്രിസണിൽ ഇട്ടത്?
നീ കരഞ്ഞിട്ട് ഒന്നും ഞാൻ സംസാരിച്ചില്ലെന്ന് നിനക്ക് പരിഭവം കാണാം. ബട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. കണ്ടോ, എന്റെ കൈ നിന്റെ കൂടെ ഇരുന്നത് കൊണ്ടാ നിനക്ക് ക്ഷമിക്കാൻ നിനക്ക് പറ്റിയത്. ഇന്ന് വേണ്ട മിസ്രൈമിനെ മൊത്തം നീ അടിമയായിട്ട് മേടിച്ചെന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ, ഇതുകൊണ്ട് തീർന്നിട്ടില്ല. റൈറ്റ്, ഇതുകൊണ്ട് തീർന്നിട്ടില്ല. ഞാൻ അടുത്ത മുമ്പിലോട്ട് വരട്ടെ. 14 സംവത്സരം കഴിഞ്ഞു. 14 സംവത്സരം. ഇപ്പൊ എന്തുകൊണ്ട് എത്ര സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് രാജ്യം മൊത്തം, ഫാർമേഴ്സിന്, ഫീൽഡ്, സീഡ്സ്, എത്ര സിസ്റ്റം, മണി, ആനിമൽസ്, ലാൻഡ്, പീപ്പിൾ എല്ലാം ഇപ്പം എവിടെയായെന്നറിയാമോ? ജോസഫിനായി. എല്ലാം രാജാവിന്റെ ട്രഷറി കൊണ്ടുപോയി കൂട്ടി. ഇനി നിങ്ങൾ അടുത്ത കണക്ക് കേക്ക്. അടുത്ത കണക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ പറയുന്നത് ദൈവവചനത്തിന് ഭയങ്കര ആധികാരികതയുള്ളതും ചില കാര്യങ്ങളെ ദൈവം പ്രൂവ് ചെയ്യുന്നത് നമുക്ക് ഹിസ്റ്ററിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളിത് കേൾക്കാം. ഞാനത് ആ സ്ലൈഡ് കാണിക്കുന്നില്ല, കാരണം എനിക്ക് സ്ലൈഡ് കാണുമ്പോൾ എൻ്റെ സ്ക്രീൻ വളരെ ചെറുതാവും. ഈ 14 വർഷം കഴിഞ്ഞു. 14 വർഷം കഴിഞ്ഞപ്പം 14 വർഷം എങ്ങനത്തെ വർഷമാണെന്ന് മനസ്സിലായോ? 7 14 വർഷത്തിന് മുമ്പേ ഈജിപ്തിന്റെ വെൽത്ത്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഈജിപ്തിന്റെ വെൽത്ത് ലോക രാജ്യത്തിന്റെ വെൽത്തിന്റെ 9% ഈജിപ്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ പറഞ്ഞു. ഞാൻ എവിടുന്ന ഇതിന്റെ ഹിസ്റ്ററി, ആർക്കിയോളജി എല്ലാം പഠിച്ചെന്നുള്ളത് മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു. UN ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ഇരുന്ന ഡോക്ടർ റോൺ ചാൾസ് താൻ പഠിപ്പിക്കുന്നതാ. റൈറ്റ്. ഈ 14 വർഷത്തിന് മുമ്പേ ഈജിപ്തിന്റെ വെൽത്ത് ലോക രാജ്യത്തിന്റെ വെൽത്തിന്റെ 9% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 14 വർഷം കഴിഞ്ഞപ്പം ലോക രാജ്യത്തിന്റെ വെൽത്തിന്റെ 96% ഈജിപ്തിൽ വന്നു. 96% ഈജിപ്തിൽ വന്നു. ആരാ കൊണ്ടുവന്നേ? ഒരുവന്റെ മേൽ വിസ്ഡം, ഡിവൈൻ വിസ്ഡം വ്യാപരിച്ചു. പഞ്ചായത്തിന് വേണ്ടിയിട്ടല്ല, ഡിവൈൻ വിസ്ഡം വ്യാപരിച്ചു. ലോക രാജ്യത്തിന്റെ, നിങ്ങൾക്ക് എങ്ങനെ ആ സിസ്റ്റം വന്നതെല്ലാം മനസ്സിലായി. ഇപ്പോ കിട്ടുന്നുണ്ടോ? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ധാന്യം മേടിക്കാൻ വന്നു. ഡിഫറെന്റ് സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്തു. 14 വർഷം കഴിഞ്ഞപ്പം ലോക രാജ്യത്തിന്റെ 96% വെൽത്ത് ഈജിപ്തിലായി. 96% വെൽത്ത് ഈജിപ്തിലായി. മൊത്തം സമ്പത്തും ഈജിപ്തിൽ കൊണ്ടുവന്നു. ഇനി അടുത്തത് സോ പവർഫുൾ. എന്റെ സമയം എത്ര? ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. 2, ജോസഫ് ആയിരുന്നു 110 വയസ്സ് വരെ, 110ാമത്തെ വയസ്സിലാണ് താൻ മരിക്കുന്നത്. ജോസഫിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പല സിസ്റ്റങ്ങളും ജോസഫ് ഡെവലപ്പ് ചെയ്ത സിസ്റ്റമായിരുന്നു, ആ രാജ്യത്തിന്റെ സിസ്റ്റം. ജോസഫ് 110ാമത്തെ വയസ്സിൽ മരിച്ചു. മരിക്കുന്നതിന് മുമ്പേ യാക്കോബിനെ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് അറിയാതെ 70 ദേഹികളായിട്ട് അവർ മിസ്രൈമിൽ വന്നു. ഞാൻ ഒരു വേർഡ് ഇന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഞാൻ നാളെ ബാക്കിയുള്ള ക്ലാസ് എടുക്കും, നാളെ കൊണ്ട് ഫിനിഷ് ചെയ്യും. ജോസഫ് 110 മരിച്ചു. മരിക്കുന്നതിന് മുമ്പേ യാക്കോബിനെയും തന്റെ മക്കളെയും എല്ലാവരെയും കൊണ്ടുവന്നു. 70 പേരായിട്ട് ഈജിപ്തിൽ വന്നു. അവര് താമസിച്ചിരുന്നത് ഗോശൻ ദേശത്താ. ജോസഫ് മരിച്ചു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. ജോസഫിനെ അറിയാത്ത മറ്റൊരു ഭറവോൻ വന്നു. ഇസ്രായേൽ മക്കളെ അടിമകളാക്കി. എത്ര സംവത്സരം അടിമകളാക്കി? 430 സംവത്സരം അടിമകളാക്കി. അതിനകത്തൊക്കെ വലിയ കണക്ക് കിടപ്പുണ്ട്. നമുക്ക് അത് പിന്നീട് ചിന്തിക്കാം. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പറഞ്ഞു. 430 സംവത്സരം അടിമകളാക്കി. മോശ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി, ജനത്തെ വിടുവിക്കാൻ ഉപയോഗിച്ച ഈ വ്യക്തി മറ്റൊരു ദേശത്താ, മിദ്യാനില, ഇന്നത്തെ സൗദിയില, മിദ്യാനില. അവിടെ കിടക്കുമ്പം ദൈവം മോശയോടൊരു കാര്യം പറഞ്ഞു. നമുക്കൊന്ന് വായിച്ചിട്ട് വാ.
മോശയോട്, മിദ്യാനി കിടക്കുന്ന മോശയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. പുറപ്പാട് പുസ്തകം 3:22. ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും സ്ത്രീമേരെ കൊള്ളയിടുകയും വേണം. ഇത് മോശനെ അയച്ചിട്ടില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ അയച്ചിട്ടില്ല. മിദ്യാനി കിടക്കുന്ന മോശയോട് ദൈവം പറഞ്ഞു കൊടുക്കുക. ആ ഹോരേബ് പർവ്വതത്തിൽ ഇറങ്ങിയ തീയുടെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം പറഞ്ഞു കൊടുക്കുക, ഞാൻ വിടുതലിന്റെ സമയമാകുമ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ അവരുടെ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും എല്ലാം വിലക്ക് ചോദിക്കണം. വിലക്കല്ല, ചോദിക്കണം. ഞാൻ കൃപ തോന്നിച്ചോളാം. അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ധരിപ്പിക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പം അത് സംഭവിച്ചു. 12:35-36 അന്ന് ഇസ്രായേൽ മക്കൾ വിടുതലാകുന്നത്. ഈ 3-ാം അധ്യായത്തിന്റെ റെഫറൻസ് എത്രാമത്തെ വാക്യമായിരുന്നു? 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ഇനിയും 12-ാം അധ്യായത്തിന്റെ 35-36 വായിച്ചോട്ടെ. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചതുകൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രയീമ്യരെ കൊള്ളയിട്ടു. ഒറ്റ ചോദ്യം, കൊള്ളയിട്ടു. ഞാൻ നാളെ ഈ വേർഡ് കണക്ട് ചെയ്ത് തരാം. നാളെ ഞാൻ ഈ വേർഡ് കണക്ട് ചെയ്യാം. ഒറ്റ രാത്രിയും കൊണ്ട് ഇസ്രയേലിനെ വെൽത്തിയസ്റ്റ് കൺട്രി ആക്കി. ഒറ്റ രാത്രി. നാളെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസ് എല്ലാം ഞാൻ എടുത്തു തരാം. ഒറ്റ രാത്രിയും കൊണ്ട്. ഈ സമ്പത്ത് ആരുണ്ടാക്കി കൊടുത്ത ഈജിപ്ഷ്യൻസിന്? അവരുടെ വല്യപ്പച്ചൻ ഉണ്ടാക്കി കൊടുത്തതാ. ദൈവം ഇതെല്ലാം എന്തിനാ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്? ലോകരാജ്യത്തിന്റെ വെൽത്ത് ജോസഫ് വഴി ഈജിപ്തിൽ കൊണ്ടുവന്നു, മിസ്രൈമിൽ കൊണ്ടുവന്നു. 430 സംവത്സരം കഴിഞ്ഞപ്പം ഈ വെൽത്ത് മുഴുവനും ഒറ്റ രാത്രിയും കൊണ്ട് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവർ കൊള്ളയിട്ടു. എന്തിനാ ദൈവം ഇത് ചെയ്യിപ്പിച്ചേ? നമുക്ക് നാളെ കാണാം. നിങ്ങൾ മരുഭൂമിയിൽ ഇറങ്ങിപ്പോകുമ്പം എന്റെ ആലയം പണിക്ക് വേണ്ടി സ്വർണവും വെള്ളി ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് എന്തോ എടുത്തു? കാളക്കുട്ടി ഉണ്ടാക്കി. നിന്റെ വല്യപ്പച്ചൻ ഉണ്ടാക്കി കൊടുത്തതാ ഈ സമ്പത്ത് മുഴുവനും. അതുകൊണ്ടാ പറഞ്ഞ അവരെ കൊള്ളയിട്ടേക്കാൻ. അല്ല, ദൈവം കൊള്ളയിടാൻ സമ്മതിക്കത്തില്ല. ദൈവം നീതിമാനായ ദൈവമാണ്. 430 സംവത്സരം നിങ്ങളെ കഷ്ടപ്പെടുത്തി. പക്ഷെ അതിന് മുന്നോടിയായി ഇതിന്റെ വർഷങ്ങൾക്ക് പുറകിൽ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു ഇത്. നാളെ ഞാൻ എടുത്ത് നമ്മൾ നിങ്ങൾക്ക് തരാം. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. അതോ കുറച്ചും കൂടെ മുന്നോട്ട് പോണോ? എങ്ങനെ വേണം? ഓക്കെ, നമുക്ക് നാളെ പോവാം. കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് നിർത്താം. ഞാൻ പറഞ്ഞ ഭാഗത്തിലേക്ക് മാത്രം വരട്ടെ, നിർത്താം. ഈ 1900 വർഷങ്ങളിൽ ഇസ്രയേലിന്റെ വളർച്ച കണ്ടപ്പം, ഇത് 1900 ഈ ഒരു 10, 20, 30 വർഷത്തിന് പുറകെ നടന്ന സംഭവം. ഈ ഇസ്രയേലിന്റെ വളർച്ച കണ്ടപ്പം ഈജിപ്റ്റ് അന്നത്തെ ഈജിപ്തിന്റെ സർക്കാർ ഗവൺമെന്റ് UN കൊണ്ടുപോയി ഞാൻ വായിച്ചതല്ല, മറ്റൊരാൾ പറയുന്ന കേട്ട് ഒരു കേസ് കൊടുത്തു. എന്തുവാണെന്നറിയാമോ? ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പൊ ഇങ്ങനെ ഇത്രയും അനുഗ്രഹിക്കപ്പെടാനും വെൽത്തി ആയിട്ടാകാനുള്ളതിന്റെ കാരണം ഇവരൊത്തിരി വർഷങ്ങൾക്ക് പുറകെ ഞങ്ങളുടെ സമ്പത്തെല്ലാം കൂടെ മേടിച്ച് ഞങ്ങളുടെ ആൾക്കാരെ കൊള്ളയിട്ട് ചെങ്കടൽ കടന്നു പോയി അതും കൊണ്ട് പോയ ഇവർ ഇതെല്ലാം കൂടെ വെച്ചോണ്ട വെൽത്തിയസ്റ്റ് കൺട്രി ആയത്. അതുകൊണ്ട് UN ഒരു കേസ് കൊടുത്തേക്കുക, നിങ്ങളെല്ലാം കൂടെ കൂടി, ലോകരാജ്യങ്ങളെല്ലാം കൂടെ കൂടി ആ വെൽത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ മേടിച്ചു തരണമെന്ന്. അവര് ഞങ്ങളുടെ സമ്പത്തെല്ലാം കൂടെ കൊണ്ടുപോയതാ. അവരുടെ ബൈബിളിലും അത് പറയുന്നുണ്ട്, തോറായിലും അത് പറയുന്നുണ്ട്, കൊണ്ടുപോയതാ. അത് നിങ്ങളെല്ലാം കൂടെ കൂടി ഇങ്ങ് മേടിച്ചു തന്നേക്കണം. നിങ്ങൾക്ക് കേൾക്കണം, ഇസ്രായേൽ അടുത്തൊരു കേസ് കൊടുത്തു, തിരിച്ച് അവിടെ തന്നെ ഒരു കേസ് കൊടുത്തു. എന്തുവാണെന്നറിയാമോ?
ഞങ്ങളുടെ അപ്പച്ചന്മാരെ 4 തലമുറ കഷ്ടപ്പെട്ടതിന്റെ ദശാംശമേ ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ, ബാക്കി ഒത്തിരി ഞങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട്, നിങ്ങളെല്ലാം കൂടെ കൂടി അതിങ്ങി മേടിച്ചു തന്നേക്കെ. ഇസ്രായേൽ അടുത്ത് ഇതൊരു മറ്റൊരാൾ പറഞ്ഞതാ. ഈ സമ്പത്തല്ല എവിടുന്ന് കിട്ടിയതാ ഇവർക്ക്? ഈജിപ്റ്റ് ആയിരുന്നു. ജോസിഫസിന്റെ ചരിത്രം വർഷങ്ങൾ കഴിയുമ്പോൾ പഠിക്കുമ്പോൾ കാണാം, ഈജിപ്റ്റ് ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് കൺട്രി ആയിരുന്നു. എങ്ങനെ ഇവരെങ്ങനെ ആയത്? ഇസ്രായേൽ മക്കളെ പിടിക്കാൻ വരുമ്പം ജോസിഫസ് ചരിത്രം പറയുക, ബൈബിളിൽ 14-ാം അധ്യായത്തിൽ പുറപ്പാട് 14 എഴുതി വച്ചേക്കുന്നത് മിസ്രൈമിലെ സകല രഥങ്ങളും വിശേഷപ്പെട്ട 600 ഇരുമ്പ് രഥങ്ങളും. ആ ഒറ്റ വേർഡിനെ ജോസിഫസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഇപ്രകാരമാണ്: 2 ലക്ഷം കാലാൾപ്പടയാണ് ഈജിപ്തിൽ ഉണ്ടായിരുന്നു. 2 ലക്ഷം കാലാൾപ്പട, 50,000 കുതിരപ്പട, 600 ഇരുമ്പ് രഥം. നിങ്ങൾ ഓർത്തെ, 2 ലക്ഷം കാലാൾപ്പട, 50,000 കുതിരപ്പട, സ്പെഷ്യൽ ചാരിയറ്റ്, ഈ 600 എണ്ണം. ഇത്രയുമായിരുന്നു ജോസിഫസിന്റെ ചരിത്രകാരൻ പറയുന്നത്. മിസ്രൈം ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് കൺട്രി ആയിരുന്നു. പക്ഷെ ദൈവം അവന്റെ നടു ഓടിച്ചു. നമ്മൾ നാളെ അത് കാണാം. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ടൈം പോവാം. ഞാൻ ജോസഫിന്റെ ചരിത്രത്തിൽ തന്നെ നിൽക്കട്ടെ. കുഞ്ഞെ, നീ എങ്ങനെ ഇവിടെ വന്നേ? നമുക്ക് പ്രാർത്ഥിക്കാം. നീ എങ്ങനെ ഇവിടെ വന്നേ? നീ അടിമയായിട്ട് വന്നതാ. 20 വെള്ളിക്കാശിന് നിന്നെ മേടിച്ച് കൊടുത്തുവിട്ട നിന്റെ ചേട്ടന്മാർ. പക്ഷെ നീ മിസ്രൈമിൽ വന്ന് നിന്നോടുകൂടെ ഞാനിരുന്നു. ഇതൊക്കെ എന്റെ പദ്ധതിയായിരുന്നു. ഞാൻ നാളെ കാണിച്ചു തരാം ദൈവമക്കളെ, അതെല്ലാം കാണിച്ചു തരാം. നാളെ കാണിച്ചു തരാം. നമ്മളും ഓരോരുത്തരും നമ്മൾ അറിയാത്ത വേദനയെ കൂടെ പോകും. എന്തിനാ കർത്താവേ? എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒരു മറുപടിയും പറയാത്തത് എന്താ കർത്താവേ? കർത്താവ് പറയും, മോനെ, നീ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാതെ ഞാൻ ദൂരത്ത് നിൽക്കുന്നത് എന്താന്ന് നിനക്ക് ചോദിക്കാം. ദാവീദ് ചോദിച്ചതുപോലെ. പക്ഷെ ഞാൻ ദൂരത്തല്ല ദാവീദേ, നിന്റെ മേൽ എന്തൊക്കെയോ പണി ഞാൻ ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ജോസഫേ, നീ കണ്ട സ്വപ്നത്തിന് വേണ്ടി നീ ആരെയും സാഷ്ടാംഗം വീഴ്ത്താൻ നീ പോകണ്ട. നീ എന്റെ മുമ്പാകെ വിശ്വസ്തനായിരുന്നാ മതി. നീ എന്റെ മുമ്പാകെ വിശുദ്ധിയോടെ നിന്നാ മതി. It is not your dream, it is my dream. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഇത് ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ. നാളെ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. എന്റെ ദൈവം എത്ര വലിയവരാ. ഒരുവന് സ്വപ്നം കൊടുക്കുക മാത്രമല്ല, അവൻ അതിനുവേണ്ടി വിസ്ഡം, സ്ട്രാറ്റജി, പ്ലാൻ, ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി എല്ലാം ദൈവം കൊടുക്കും. നിങ്ങളെ ദൈവം വിളിച്ചതാണോ? ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ ഒരു മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടോ? God has a great plan. നമ്മൾ ഒത്തിരി പേര് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാണ്, ദൈവമേ എന്തിനാ ദൈവമേ ഇങ്ങനെ? എന്തുകൊണ്ടാ കർത്താവ്? എന്തിനാ ദൈവമേ? എന്തിനാ ദൈവമേ? പിന്നെ അവന്റെ സന്നിധിയിൽ കരയാനല്ലാതെ ഒന്നും അറിയത്തില്ല, മറുപടിയില്ല. പക്ഷെ ജോസഫിന്റെ ചരിത്രം കാണുമ്പോൾ അറിയാം, ഞാൻ പലർക്കു വേണ്ടി പ്രാർത്ഥിച്ചു, പലരോട് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തു, അതെല്ലാം സംഭവിച്ചു. പക്ഷെ ഞാൻ എന്തായിത്തീരുമെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ജോസഫിന്റെ ചരിത്രം അങ്ങനെയായിരുന്നു. പാനപാത്രവാഹകനും അപ്പക്കാരന്റെ പ്രമാണിയോടും ഒക്കെ അതേണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഇങ്ങനെ വരിക. പക്ഷെ എന്റെ കാര്യം എന്തായിത്തീരുമെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇറ്റ് വാസ് എ ടെസ്റ്റ് ഓഫ് ഗാഡ്. നിന്റെ ശരീരം ക്ഷൗരം ചെയ്യിപ്പിച്ച്, സ്പെഷ്യൽ വസ്ത്രം ഇടിയിച്ച്, നീ കുരുതിക്ക് വേണ്ടി കൊണ്ടുപോകുന്നെന്ന് അറിഞ്ഞിട്ട് പോലും നീ ഒരക്ഷരം പോലും ദൈവത്തോട് പെറുപുറത്തില്ല. ജോസഫേ, ദൈവത്തിന്റെ വേർഡ് ഭയങ്കരമായിട്ട്, അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചേ. Oh, it was a dream. It's a dream.
ജോസഫിനോട് തന്നെയല്ല, ദാനിയേലിന് ദൈവം ഡ്രീംസിനെ കൊടുത്തു. അത് ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ, വ്യാഖ്യാനിക്കാനുള്ള വരം കൊടുത്തു. നമ്മുടെ കർത്താവിന്റെ ജനനത്തിന് പോലും, ജനന സമയത്ത് പോലും തന്റെ മാതാപിതാക്കളെ ഗൈഡ് ചെയ്തിരുന്നത് സ്വപ്നത്തിൽ കൂടെയായിരുന്നു. നമ്മളതെല്ലാം കണ്ടു. So powerful, so powerful, so powerful. ഇതെല്ലാം എന്തിനാ ദൈവം ചെയ്തേ? നമുക്കത് കാണാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു വീച്ചാനോട്, വീച്ച നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീച്ച പ്രാർത്ഥന ലീഡ് ചെയ്യാമോ? പ്രാർത്ഥിച്ച് ഇന്നത്തെ സെക്ഷൻ നിർത്താമോ? വീച്ച പ്രാർത്ഥിച്ചാട്ടെ. ഓവർ ടു വീച്ച. സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വലിയ സമയത്തിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലങ്ങളായിട്ട് ഞങ്ങള് സ്വപ്നങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രി നീ ഞങ്ങളോട് വ്യക്തമായി ഇടപെട്ടതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യോസഫിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് സംസാരിക്കുവാൻ നിന്റെ മകനെ നീ ബലപ്പെടുത്തിയല്ലോ. ആഴമേറിയ മർമ്മങ്ങളെ നിന്റെ മകനിലൂടെ ഞങ്ങൾക്ക് നീ പറഞ്ഞു തന്നല്ലോ അപ്പച്ചാ. ഇവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മകന്റെ ഹൃദയത്തിൽ ആഴമായി പിന്നെയും മർമ്മങ്ങളെ വെളിപ്പെടുത്തി നൽകുമാറാകണമേ. കുടുംബമായി അനുഗ്രഹിച്ചു കൊള്ളുമാറാകണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതെ 30, 60, 100 മേനിയുള്ള ഫലങ്ങളായി വളരുവാൻ നീ ഇടയാക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോസഫിന്റെ ജീവിതത്തില് 3 സ്വപ്നങ്ങൾ, ഓരോന്നിലും 2 സ്വപ്നങ്ങൾ അടങ്ങിയ ആ 3 സ്വപ്നങ്ങളുടെ കൂട്ടത്തിനിടയിലാണ് ജോസഫിന്റെ ജീവിതം. അതിനിടയിലുണ്ടാകുന്ന സംഭവങ്ങൾ ഒന്നും ദൈവം ജോസഫിനോട് പറഞ്ഞില്ലായിരുന്നു. എങ്കിലും താൻ കടന്നുപോയ അവസ്ഥകളിലൊക്കെ അങ്ങേ വിട്ടുമാറാതെ, പൊത്തിഫാറിന്റെ ഭവനത്തിലായിരുന്നപ്പോൾ, ജയിലിലായിരുന്നപ്പോൾ, എല്ലാ ജീവിതത്തിലും അങ്ങയെ പിൻപറ്റുന്നവനായി, അങ്ങയെ അനുസരിക്കുന്നവനായി ഇരുന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഒരു രീതിയിലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അങ്ങയെ പിൻപറ്റുന്ന ജീവൻ നയിക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യോസഫ് തന്റെ ജീവിതത്തില് തന്നെ സ്നേഹിച്ച പിതാവിനെ വിട്ട് സഹോദരങ്ങൾ വിറ്റുകളഞ്ഞപ്പോൾ അവസാനം ഒരു പിണക്കമോ ഒരു വൈരാഗ്യമോ ശിക്ഷിക്കുവാനുള്ള മുഴുവൻ കഴിവും തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അവരെ ചേർത്ത് പിടിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവരുടെ തലമുറകളെയും പ്രൊട്ടക്ട് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി ജോസഫ് മാറുവാൻ, ആ രാജ്യത്തിന് അനുഗ്രഹമായി, തൻ്റെ സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി, വരുന്ന തലമുറയ്ക്ക് അനുഗ്രഹമായി, ഇസ്രായേൽ ജനതയ്ക്ക് അനുഗ്രഹമായി മാറിയത് ഞങ്ങൾ ഇന്ന് പഠിക്കുവാൻ സാധിച്ചല്ലോ കൊച്ചാ. ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയായി തീരുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ മാർവോട് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലൂടെ നടന്നുപോയ കാര്യങ്ങളിലെല്ലാം ആപത്തുകള്, അനർത്ഥങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള് അങ്ങയുടെ വഴി വിട്ട് പലപ്പോഴും പോയപ്പോഴും ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടെന്ന് അവിടുത്തെ ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ പിന്നെയും ഞങ്ങൾ താണു വരുന്ന പച്ചാ. ഞങ്ങളെ പിന്നെയും കൈവിടാതെ നീ ഞങ്ങളെ കാക്കണമേ, ഞങ്ങളെ സൂക്ഷിക്കണമേ. ആ പരിശുദ്ധാത്മാവിന്റെ വലിയ ഗൈഡൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ ഇടയാക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ലോകത്തിൽ ജീവിക്കുമ്പോൾ അപ്പച്ച വലിയൊരളവ് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ആവശ്യമാണ് അപ്പച്ച. അതിനു വേണ്ടി നീ ഞങ്ങളെ നടത്തിക്കാട്ട്. ഞങ്ങളാരും അങ്ങയുടെ വരവെങ്കിലോ ഞങ്ങളുടെ മരണത്തിലോ കൈവിടപ്പെട്ടു പോകുവാൻ നീ ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അസ്വർഗരായത്തിന് യോഗ്യരായി തീരുവാൻ നീ ഇടയാക്കണമേ. തലവണക്കിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു അപ്പച്ച. അവര് ഏതവസ്ഥയിലായിരിക്കുന്നുവെന്ന് അവിടുന്ന് വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏതവസ്ഥയിലാണ് വ്യത്യാസം വേണമെന്ന് അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ആത്മീയവും ഭൗതികമായ എല്ലാ കാര്യങ്ങളുടെ മേലും അപ്പച്ച നീ ഇറങ്ങി പ്രവർത്തിക്കണമേ. അങ്ങയുടെ ആണിപ്പടുത്തുള്ള കരം നീ അവരുടെ മേൽ നീട്ടുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ജോസഫിനെ പോലെ ഏതെങ്കിലും അവസ്ഥയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളാണെങ്കിൽ അപ്പച്ച നീ അവരുടെ കൂടെ ഉണ്ടെന്ന് ഇന്ന് ഞങ്ങളോട് നീ പറഞ്ഞു തന്ന വചനം അവരുടെ കൂടെ ഉള്ളതിനായി നീ അവരെ ആശ്വസിപ്പിച്ചു കൊള്ളുമാറാകണമേ. ജോസഫിന്റെ ജീവിത അവസ്ഥ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ
ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരവണക്കിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പക്ഷേ പല രാജ്യങ്ങളിൽ നിന്ന് പല സമയത്ത് അവരെ കടന്നു വന്ന് കേൾക്കുമ്പോൾ ദൈവവചനം ഒരിക്കലും വൃഥാവായി പോകാതെ അത് വളരെ അനുഗ്രഹമുള്ളതായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നീ ഇടയാക്കിക്കാം. നാളെ ഞങ്ങൾ കടന്നു വരുവാൻ തക്ക സമയത്ത് കടന്നു വരുവാനും പിന്നെയും അങ്ങയുടെ വചനം പഠിക്കുവാനും വായിക്കുവാനും ഒക്കെ നീ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. പച്ച ഒരു രീതിയിലുള്ള തടസ്സങ്ങളും അതിന്മേൽ ഉണ്ടാകുവാൻ നീ ഇടയാക്കരുതേ എന്നോർത്ത് പ്രാർത്ഥിക്കും. കുടുംബമായി അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ട്. പിന്നെയും അവിടുത്തെ വചനത്തിന്റെ മുമ്പിൽ നീ അത്ഭുതപരമായി മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തുകൊള്ളുമാറാകണം. അനുഗ്രഹിച്ചാട്ട് അവരുടെ മിനിസ്ട്രീസിനെ ഒക്കെ നീ അനുഗ്രഹിച്ചു കൊള്ളുമാറാകണം. അതിന്റെ പ്രവർത്തനങ്ങളെ ഒക്കെ നീ അനുഗ്രഹിച്ചു കൊള്ളുമാറാകണം. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ യേശുവചന നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു വിജ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയമുള്ളവരോടും കർത്താവിന്റെ ദാസനെ ഞാൻ കാണുന്നു. പാസ്റ്റർ സാജൻ വർഗീസ്, കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് ഓരോരുത്തരെ സഹായിക്കട്ടെ. താങ്ക് യു എല്ലാവരോടും നന്ദി. താങ്ക് യു റഷ് ബ്രദർ, വിജ, താങ്ക് യു പ്രൈസ് സിസ്റ്റർ, താങ്ക് യു. സുഷുവിന്റെ പേരൻസിനെ കാണുന്നു. താങ്ക് യു രഞ്ജു ബ്രദർ, താങ്ക് യു ടീച്ചറെ, താങ്ക് യു പാസ്റ്റർ സാജൻ, താങ്ക് യു ജിഷ സിസ്റ്റർ, താങ്ക് യു ജയ സിസ്റ്റർ, താങ്ക് യു. എല്ലാവരോടും കർത്താവിൽ നന്ദി അറിയിക്കുന്നു. ആശ, താങ്ക് യു. സോ നമുക്ക് നാളെയും കാണാം. നാളെയും രാവിലെ ജോയിൻ ചെയ്യുക. നാളെ കൊണ്ട് ഈ ക്ലാസ് കഴിയും. നാളെയും കാണാം. ഗോഡ് ബ്ലെസ് യു. പാസ്റ്റർ എവിടുന്നാ ജോയിൻ ചെയ്തേക്കുന്നേ?